നൈവേദ്യ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റ് 8 മണിക്ക് നമ്മൾ തുടങ്ങാറുണ്ടല്ലോ. ജോയിൻ ചെയ്തോളായിരിക്കും കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. സുമേജി സ്റ്റാർട്ട് ചെയ്യാനേ. എല്ലാവർക്കും നമസ്കാരം. വായന ഒരു ശീലമല്ല, അത് നമ്മളിലേക്കും പുതിയ ലോകങ്ങളിലേക്കും നയിക്കുന്ന ഒരു യാത്രയാണ്. SNM BEd ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബിന്റെയും ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ എല്ലാ വ്യാഴാഴ്ചയും സംഘടിപ്പിക്കുന്ന പുസ്തക നിരൂപണ പരിപാടിയാണ് വ്യാഴാഴ്ച വായനാഴ്ച. വായിച്ചവർക്ക് വായനയുടെ ഉൾക്കാഴ്ചകൾ തുറന്നു കാണിക്കാനും വായിക്കാത്തവർക്ക് ഇനി വായിക്കാനുള്ള പ്രചോദനം നൽകുന്ന ഒരു വേദി കൂടിയാണിത്. ഓരോ പുസ്തകവും ഒരു പുതിയ ലോകമാണ്. ആ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനും ഒരു പുസ്തകത്തെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാടിനെ കുറിച്ചും അറിയുവാനും എഴുത്തുകാരെ പരിചയപ്പെടാനും നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാനും അവ ചർച്ച ചെയ്യാനും ഈ വേദിയിലൂടെ നമുക്ക് സാധ്യമാകുന്നു. ഇന്ന് ഈ വേദിയെ മനോഹരമാക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥിയായ സുമയ സിദ്ദിഖ് മാം ആണ്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നത് അമൃത പി ആണ്. SNDP YSS കോളേജിൽ നിന്ന് ബിരുദവും PTM ഗവൺമെന്റ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ അമൃത ഇപ്പോൾ SNM ട്രെയിനിങ് കോളേജിൽ 1ാം വർഷ ഇംഗ്ലീഷ് BEd വിദ്യാർത്ഥിയാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി അമൃതയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല പുസ്തകം നമ്മുടെ ചിന്തകളെ വികസിപ്പിക്കുകയും പുതിയ അനുഭവങ്ങളിലേക്കും അറിവുകളിലേക്കും നമ്മെ നയിക്കുകയും ചെയ്യുന്നു. വായനയുടെ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും പുസ്തകങ്ങളെ കൂടുതൽ അടുത്തറിയുന്നതിനും വ്യാഴാഴ്ച വായനാഴ്ച എന്ന ഈ പരിപാടി ഏറെ പ്രയോജനകരമാണ്. വ്യാഴാഴ്ച വായനാഴ്ച എന്ന ഓൺലൈൻ പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ചയിൽ സുമയ സിദ്ദിഖ് മാമിന്റെ F2 ഫാക്ടർ എന്ന പുസ്തകത്തിന്റെ നിരൂപണമാണ് അവതരിപ്പിക്കുന്നത്. ആദ്യം തന്നെ സുമയ മാമിനെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കലാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രചോദനവും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിസ്നി PS മാമിനെയും അതിയായ ആദരവോടെയും സ്നേഹത്തോടെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് ആയ ഡോക്ടർ KS കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര മിസ്സിനെയും ലൈബ്രറിയൻ മോണിക്ക മാമിനെയും സ്വാഗതം ചെയ്യുന്നു. സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സ് ആയ ഡോക്ടർ അക്ഷയ TSനെയും അനഘ അനിൽകുമാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ F2 ഫാക്ടർ എന്ന പുസ്തകത്തിന്റെ നിരൂപണം അവതരിപ്പിക്കുന്ന SNM ട്രെയിനിങ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനി രഹന PA സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ പുസ്തക പ്രേമികളായ വായനക്കാരെയും പ്രിയ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി എല്ലാവർക്കും അറിവും പ്രചോദനവും പകരുന്നതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം. നന്ദി അമൃത. വായന എന്ന് പറയുന്നത് ഒരു അനുഭവമാക്കി മാറ്റുന്നവരാണ് നല്ല വായനക്കാരെന്ന് പറയുന്നത്, അല്ലേ? ആ അനുഭവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരാണ് ഒരു നല്ല നിരൂപകർ. ഇന്ന് സുമയ സിദ്ദിഖ് മാമിന്റെ F2 ഫാക്ടർ എന്ന ഫിക്ഷൻ നോവലിന്റെ നിരൂപണം നിർവഹിക്കുന്നത് രഹന P ആണ്. മഞ്ചേരി കാരക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും SNM ട്രെയിനിങ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ് രഹന. തന്റെ വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി പുസ്തക നിരൂപണത്തിനുമായി രഹനയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Okay. First of all, I would like to express my sincere gratitude to our literary club coordinators, Hira ma'am and Krishna Kumar sir, for giving me the opportunity to present the book F2 Factor in the esteemed presence of its author, Sumaya Siddiq ma'am. അപ്പം ഈ ഒരു ബുക്കിനെ കുറിച്ച് ഇത് മാൻകൈൻഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് F2 ഫാക്ടർ. ഒരു ഇംഗ്ലീഷ് ബുക്കാണ്. സുമയ്യ സിദ്ദിഖ് മാം ആണ് ഇതിന്റെ റൈറ്റർ.
ഇതിൽ നമ്മളെ ഹീര മാമും കൂടെ എഡിറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് കുറച്ചും കൂടി ഒരു ക്യൂരിയോസിറ്റി ഒക്കെ തന്നു, ഈ ബുക്ക് വായിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി. ആൻഡ് പിന്നെ ഇതിന്റെ ഒരു കവർ പേജ് ലണ്ടന്റെ മനോഹരമായ ഒരു പശ്ചാത്തലവും അതേപോലെ ബിഗ് ബെൽ ക്ലോക്ക് ടവറും ഈ പുസ്തകത്തിന് ഒരു ഇന്റർനാഷണൽ ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ F2 ഫാക്ടർ എന്ന ഒരു ടൈറ്റില് ഒരു ദുരൂഹതയെയും കൗതുകവും ഒരുപോലെ ഉണർത്തുന്ന ഒന്നാണ്. F2 എന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ വായനക്കാരനിൽ ജനിപ്പിക്കുന്ന ഒരു ടൈറ്റിലാണ് F2 ഫാക്ടർ. എന്തായിരിക്കും ഈ ടൈറ്റിലും ഈ സ്റ്റോറിയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന ഒരു ക്യൂരിയോസിറ്റി ഈ ഒരു ഇത് വായിക്കാനായിട്ട് വായനക്കാരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ബുക്ക് 450 പേജുകളാണ് ഇതിലുള്ളത്. ഇത് 5 പാർട്ടായിട്ടാണ്. ഇംഗ്ലീഷ് ആണെങ്കിലും ഇത് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ്. പെട്ടെന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാനും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ന്യൂജൻ ജനറേഷനില് അവരുടെ വൈബുമായിട്ട് സെറ്റ് ആവുന്ന പോലത്തെ ഒരു നല്ല സ്റ്റോറിയാണിത്. അപ്പം ഇത് വായിച്ചപ്പം പലതും എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫായിട്ടൊക്കെ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റി, കണക്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ബുക്കാണ്. അപ്പൊ ഞാൻ ഇതിന്റെ അവതരണത്തിലേക്ക് കടക്കാണ്. ഈ പുസ്തകം ഒരു കഥ മാത്രമല്ല, വികാരങ്ങളുടെയും ബന്ധങ്ങളുടെയും ആത്മാന്വേഷണത്തിന്റെയും മനോഹരമായ ഒരു യാത്രയാണ്. ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ വായനക്കാരനെ കഥയോടൊപ്പം സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രത്യേക ആകർഷണം ഈ നോവലിനുണ്ട്. ഈ നോവലിലെ കഥാപാത്രങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അവർ സാങ്കല്പികരാണെന്ന് തോന്നാതെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ആളുകളെ പോലെ യഥാർത്ഥമായി അനുഭവപ്പെടുന്നു. അവരുടെ സന്തോഷവും സങ്കടവും പ്രതീക്ഷകളും പോരാട്ടങ്ങളും എല്ലാം വായനക്കാരന്റെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. സത്യം പറഞ്ഞ ഒരു ലവ് സ്റ്റോറി വായിക്കാം എന്ന മൈൻഡിലാണ് ഞാൻ ഈ ഒരു ബുക്ക് എടുത്തത്. പക്ഷേ ഇത് പ്രണയത്തെക്കാൾ കൂടുതൽ മനുഷ്യരുടെ മനസ്സിന്റെ ആശങ്കയെയും ആകുലതയെയും കുറിച്ചാണ്. കഥയിലെ നായിക ഫ്രയ വളരെ സമ്പന്നമായ ഒരു കുടുംബം, നല്ല വിദ്യാഭ്യാസം, ഒരു റാങ്ക് ഹോൾഡറും ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കുട്ടിയാണ്. ലണ്ടനിൽ പോയി പഠിക്കണം ഇതുപോലെയൊക്കെ. പക്ഷെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്, റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിലും ഒരു ഓർത്തഡോക്സ് മെന്റാലിറ്റി ഉള്ള ഒരു ഫാമിലിയിലാണ് ഫ്രേ ജനിക്കുന്നത്. പക്ഷെ ഫ്രേയുടെ മൈൻഡ് ഒരു ന്യൂജൻ ആയിട്ടുള്ള ഒരു ചിന്താഗതി, ഒരു ന്യൂജൻ ഗേളിന്റെ ഒരു ചിന്താഗതിയാണ് ഫ്രേക്കുള്ളത്. ലൈക്ക് എഡ്യൂക്കേറ്റഡ് ആവണം, അതേപോലെ ലണ്ടനിൽ പോയി പഠിക്കണം എന്നൊക്കെ. പക്ഷെ പാരന്റ്സ് ആലോചിക്കുന്നത് ഇവളെ ലണ്ടനിൽ പഠിപ്പിക്കണമെങ്കിൽ, ലണ്ടനിൽ പോകാനുള്ള പെർമിഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവളുടെ കല്യാണം നടത്തണം എന്നൊരു മൈൻഡ് സെറ്റാണ്. ശരിക്കും പല പാരന്റ്സും സ്റ്റിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മള് പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ച് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവര് സേഫ് ആണ് എന്ന ഒരു പെർസ്പെക്റ്റീവാണ് പല പാരന്റ്സിനും, ഓർത്തഡോക്സ് ഫാമിലിയുള്ള പല പാരന്റ്സിനും നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് ഒരു കല്യാണം കഴിപ്പിച്ച് കൊടുത്തതിന് ശേഷമാണ് ശരിക്കും ഒരു പാരന്റ് ഇതിനെ കുറിച്ചൊക്കെ, കുട്ടീനെ കുറിച്ച് ചിന്തിച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടത് തുടങ്ങുന്നത്. കാരണം അതുവരെ അവരുടെ കൂടെയാണ്, ഫുഡ് കഴിച്ചോ ഭക്ഷണം കിട്ടിയോ ഒക്കെ വീട്ടുകാർക്ക് തന്നെ നോക്കാൻ പറ്റും. പക്ഷെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാല് അവർക്ക് ഫുഡ് കിട്ടിയോ, അവരവിടെ ഓക്കെ ആണോ, സേഫ് ആണോ എന്ന് വിളിച്ചന്വേഷിക്കേണ്ട ഒരു അവസ്ഥ, ആ ഒരു ആകുലത പാരന്റ്സിന് വരുന്നത് വിവാഹ ശേഷമാണ്. പക്ഷെ പലരും ചിന്തിക്കുന്നത് നേരത്തെ വിവാഹം കഴിപ്പിച്ച് വിട്ടാല് അത്രയും ബാധ്യത പോയി, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. നേരത്തെ കല്യാണം ശരിയായ അതാ കുട്ടീന്റെ ഭാഗ്യം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഫ്രയ ചിന്തിക്കുന്നത്. എന്തിനാണ് ലണ്ടനിൽ പോവാൻ ഒരു കല്യാണം കഴിക്കുന്നത്, പഠിക്കാനായിട്ട് എന്തിനാ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ശരിക്കും ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സേഫ് ആവുന്നത് സ്വന്തമായിട്ട് ഒരു സർട്ടിഫിക്കറ്റും ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ജോബും കിട്ടുമ്പോഴാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരുപാട് സൂയിസൈഡ് കാണാൻ പറ്റും, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ സൂയിസൈഡ് ചെയ്യുന്നു. മെയിനായിട്ടും ഇവരെ എഡ്യൂക്കേറ്റഡ് ആവുന്നതിന് മുന്നേ, സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുന്നേ കല്യാണം കഴിപ്പിച്ച് വിട്ടതുകൊണ്ടാണ്. പാരന്റ്സ് വിചാരിക്കുന്നത് അവർ സേഫ് ഹാൻഡ്സിലാണ്, ഒരു 2-3 ദിവസം മാത്രം കണ്ട പരിചയമുള്ള ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ അവർ സേഫ് ആണെന്നുള്ളൊരു മൈൻഡാണ് വീട്ടുകാർക്കുള്ളത്. പക്ഷെ ശരിക്കും അവരവിടെ സേഫ് അല്ല. അവിടെ തൊട്ടാണ് അവരുടെ സ്ട്രഗിളിങ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്രേയും ചിന്തിക്കുന്നത്. ലണ്ടനിൽ പോവാനായിട്ട്, കല്യാണം കഴിക്കാനായിട്ട് ഇവളുടെ മൈൻഡിൽ ഇവൾ ഓക്കെ ആവുന്നില്ല. ഇതില് നായകന്റെ ഒരു എൻട്രി,
വളരെ റൊമാൻറ്റിക് ഡ്രാമയിലെ പോലെ ഒരു ആക്സിഡന്റിലൂടെയാണ്. ഫ്രേയുടെ ഒരു ജീവിതം നമ്മൾ ഇത് വായിക്കുമ്പോൾ ശരിക്കും എല്ലാ ഗേൾസും ആഗ്രഹിക്കുന്ന, ഈ ഒരു കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്ന ഒരു ലൈഫാണ്. ഫിനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നാലും ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ പറ്റുന്ന ഒരാളാണ്. അപ്പൊ ഫ്രേയും അവളുടെ ഫ്രണ്ട് ആലീസും കൂടെ ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് നടക്കുകയാണ്. ഈ ആക്സിഡന്റിലൂടെയാണ് ഹീറോ ആയിട്ടുള്ള ഫർഹാൻ കടന്നു വരുന്നത്. ഫർഹാനിന്റെ ബൈക്കുമായിട്ടാണ് ആക്സിഡന്റ് ആവുന്നത്. പക്ഷെ ഫ്രേ എന്ന് പറഞ്ഞാല് കുറച്ച് എടുത്തുചാട്ടമൊക്കെ ഉള്ള ഒരാളാണ്. ഇവളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അത് സമ്മതിക്കാതെ ഇവള് ഫർഹാനുമായിട്ട് തർക്കിക്കാണ്. ഒരു കോമ്പൻസേഷൻ ഒന്നും കൊടുക്കാതെ ഇവള് പോവാണ്. ഫർഹാനാണെങ്കിൽ ഇവളുടെ സംസാരം ഒന്നും ഇഷ്ടമാവാത്തതുകൊണ്ട് തന്നെ അവനത് പോലീസ് കേസ് ആക്കുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഇത് സെറ്റിൽ ചെയ്യാണ് ഈ പ്രോബ്ലംസ് ഒക്കെ. അപ്പം അവിടെ വെച്ചിട്ട് ഫർഹാനും ഫ്രേയും തമ്മിൽ നന്നായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഫ്രേയുടെ ഫാദർ ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രിവിലേജിലാണ് ഫ്രേയ അവിടുന്ന് സ്കൂട്ടായിട്ട് പോരുന്നത്. അപ്പം ഫർഹാൻ ഇവിടെ പറയുന്നുണ്ട് നിന്നെയൊക്കെ കെട്ടുന്നവന്റെ ഒരു ഗതികേട് എന്ന്. ശരിക്കും ഡെസ്റ്റിനിയുടെ ഒരു പ്ലേയും നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ പാരന്റ്സ് പറഞ്ഞ പോലെ തന്നെ കല്യാണം ലണ്ടനിൽ പോയി പഠിക്കണമെങ്കിൽ കല്യാണം കഴിക്കണം എന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവള് അലയൻസിനൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ നമുക്കിവിടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മാരേജിന്റെ ഒരു കോൺസെപ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. സാധാരണ എല്ലാവരും മാരേജ് നോക്കുമ്പോൾ നമ്മുടെ ക്ലാസ് മിഡിൽ ക്ലാസ് ആണെങ്കിൽ ഒരു ഗേളിനെ കല്യാണം കഴിപ്പിച്ച് അയക്കുകയാണെങ്കിൽ അവരെക്കാട്ടിലും കുറച്ചും കൂടി ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ് അവരെപ്പോഴും പ്രിഫർ ചെയ്യാം. അപ്പം ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് അങ്ങനെ. അപ്പൊ അതുപോലത്തെ അലയൻസ് തന്നെയാണ് ഇവിടെ നോക്കിയത്. ഇവിടെ ക്യാരക്ടറിനെക്കാട്ടിലും കൂടുതൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനും അതേപോലെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ സ്റ്റേറ്റസ് ഇതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ആ ഒരു കാര്യം കൂടെ ഇവിടെ റൈറ്റർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഉബൈദ് എന്ന് പറയുന്ന ഒരു റിച്ച് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സണുമായിട്ടാണ് ഇവളുടെ കല്യാണം മീറ്റ് ചെയ്യിക്കുന്നത്, മീൻസ് അലയൻസ് മീറ്റ് ചെയ്യുന്നത്. ആ സമയത്താണ് ഉബൈദിന്റെ ഫ്രണ്ടാണ് ഫർഹാൻ എന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഫ്രേയെ മനസ്സിലാക്കുന്നത്. ആൻഡ് ഫർഹാനും ഫ്രേയും തമ്മിലുള്ള ആ ഇഷ്യൂവിന്റെ കാര്യങ്ങളൊക്കെ ഉബൈദ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം വളരെ വലിയൊരു ട്വിസ്റ്റ് ആണ് ഈ കഥയിൽ നടക്കുന്നത്. പിന്നീട് ഫ്രേയെ കണ്ണു തുറക്കുമ്പോൾ അവള് ഹോസ്പിറ്റലിലാണ്. 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് പറയുന്നത്. അതായത് ഇവൾക്കൊരു ആക്സിഡന്റ് നടക്കുകയാണ്, ഒരു ഫയർ ആക്സിഡന്റ്. ആ ആക്സിഡന്റിന് ശേഷം കഴിഞ്ഞ 2 വർഷത്തെ മെമ്മറീസ് ഇവളുടെ മൈൻഡിൽ നിന്ന് ഡിലീറ്റ് ആയി പോവാണ്. ഫർഹാനുമായിട്ട് തല്ലുകൂടിയ ആ ഒരു ദേഷ്യപ്പെട്ട ആ ഒരു മൊമെന്റ്സ് മാത്രമേ ഇവളുടെ മൈൻഡിലുള്ളൂ. ഇവള് കണ്ണു തുറക്കുമ്പോൾ ഫർഹാന് ഇവളുടെ ഒരു ഹസ്ബൻഡ് ആയിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവൻ സ്വന്തം പാർട്ട്ണർ ആയതും അവരുടെ ലവ് ഫീലിങ്സ് എല്ലാം മറന്നു പോവുകയാണ് ശ്രേയ. ഹലോ. യെസ്. സോറി ഫോർ ദി ഇന്ററപ്ഷൻ. അത് എന്തോ കട്ടായി പോയതാ. ഓക്കെ. ഓക്കെ. ഫർഹാനുമായുള്ള വഴക്ക് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. അവൻ സ്വന്തം പാർട്ട്ണർ ആയതും അവരുടെ ലവ് ഫീലിങ്സ് എല്ലാം മറന്നു പോകുന്നു. ജസ്റ്റ് ഇമാജിൻ, നമ്മള് ശത്രുവായി കണ്ട ഒരാള് പെട്ടെന്ന് നമ്മുടെ പാർട്ട്ണർ ആണ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അക്സെപ്റ്റ്. താൻ ഫർഹാനെ ഒരു കാലത്ത് എത്രമാത്രം തീവ്രമായി പ്രണയിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രിയ വാട്സപ്പ് ചാറ്റുകളും സുഹൃത്തുക്കളുടെ വാക്കുകളുമാണ് ആശ്രയിക്കുന്നത്. മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളെ സ്നേഹിച്ചിരുന്നു എന്നവൾ മനസ്സിലാക്കാണ്. അല്ലാതെ സ്വന്തമായിട്ട് മനസ്സിൽ അവക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, അവക്കൊന്നും അറിയൂല. ആകെ ഓർമ്മയുള്ളത് ഫർഹാനുമായിട്ട് വഴക്ക് കൂടിയത് മാത്രം, അവൻ എത്രത്തോളം അവളെ വെറുത്തിരുന്ന ആ ഒരു സമയം മാത്രമേ അവക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും അവക്കറിയില്ല. പക്ഷെ ഇങ്ങനെ എല്ലാവരും പറയുന്ന അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ. ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നും അതേപോലെ ഉമ്മ വിളിക്കുമ്പോൾ ഉമ്മനോട് ചോദിക്കുമ്പോഴും അവൾ അറിയുന്നുണ്ട്
വീട്ടിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് ഫർഹാനെ കെട്ടിയിരുന്നത്. ബിക്കോസ് ഫർഹാൻ ഒരു ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ഫ്രേനെ പോലുള്ള ഒരു ഫാമിലി അങ്ങനത്തെ ഒരു പാർട്ട്ണർ ഒരിക്കലും പ്രിഫർ ചെയ്യൂല. അതുകൊണ്ട് തന്നെ ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവൾ ആ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ ഇവൾ അറിയാണ്. പക്ഷെ ഇവക്ക് അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവള് ആലോചിക്കുന്നത് ഞാൻ എന്തിനാണ് ഇവനെ കെട്ടിയത്, കാരണം ഇവൻ അത്രക്ക് റിച്ച് അല്ല, ഇവൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫ് അല്ല ഇവക്ക് കിട്ടിയത് എന്നൊക്കെ ഒരു തോന്നലാണ്. മുമ്പ് ആഡംബരത്തോടെയും ഉയർന്ന ജീവിത സാഹചര്യത്തിലും ജീവിച്ചിരുന്ന ഫ്രേക്ക് ഫർഹാന്റെ ഒപ്പമുള്ള ചെറിയ ജീവിതവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഫർഹാൻ ഒരു ഷെഫാണ്, സാമ്പത്തികമായി ഏറെ പിന്നിലാണ്. ആ പ്രണയ ദിനോർമ്മകളില്ലാത്ത ഫ്രേയെ സംബന്ധിച്ച് ഈ ജീവിതം ഒരു ശിക്ഷ പോലെയാണ് അനുഭവപ്പെടുന്നത്. ഞാൻ എന്തിനാണ് ഈ ജീവിതം തിരഞ്ഞെടുത്തത് എന്ന ഫ്രേയുടെ കുറ്റബോധവും അസ്വസ്ഥതയും പ്രണയത്തെക്കാൾ പണത്തിനും ഭദ്രതക്കും മുൻഗണന നൽകുന്ന ആധുനിക മനുഷ്യന്റെ മനഃശാസ്ത്രത്തിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ്. ഫ്രേയുടെ സിസ്റ്റർ ഫിസയാണ്. ഫിസയുടെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. അപ്പം ഫിസയുടെ ആഡംബര ജീവിതവും തന്റെ ചെറിയ ജീവിതവും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോഴും താനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന ഉബൈദിന്റെ പരിഹാസങ്ങൾ കേൾക്കുമ്പോഴും ഫ്രേക്ക് തോന്നുന്ന അപകർഷതാബോധം, കോൺഫ്ലിക്റ്റും നമ്മെ ചിന്തിപ്പിക്കുന്നത് ഒന്നാണ്: ഐ ഡിസേർവ് സമ്മൺ ബെറ്റർ എന്ന ഒരു ചിന്ത ഫ്രേയുടെ മനസ്സിൽ ഉടലെടുത്തിരുന്നു എന്ന്. സത്യത്തിൽ ഫ്രണ്ട്സിന്റെ വില കൂടിയ ഡ്രസ്സും ലക്ഷൂരിയസ് ലൈഫും കാണുമ്പോൾ സ്വന്തം ഭർത്താവിന്റെ ആത്മാർത്ഥമായ സ്നേഹത്തെയും വിയർപ്പൊഴുക്കിയുള്ള സമ്പാദ്യത്തെയും നമ്മൾ ചെറുതായി കാണാൻ തുടങ്ങുന്നു. എന്റെ ഫ്രണ്ടിന് ഇതിലും മികച്ച ജീവിതമുണ്ട്, എനിക്കെന്തിനാണ് ഈ കഷ്ടപ്പാട് എന്ന ചിന്ത എത്രയോ കുടുംബങ്ങളിൽ ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഫ്രേയുടെ ഈ മാനസികാവസ്ഥ നമ്മുടെ സ്വന്തം സമൂഹത്തിന്റെ തന്നെ കണ്ണാടിയാണ്. ശരിക്കും നമുക്കത് ശരിക്കും ഇപ്പൊ കാണാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മള്, എനിക്കറിയില്ല എറണാകുളത്ത് എങ്ങനെയാന്ന്, മലപ്പുറത്തൊക്കെ നമുക്ക് കല്യാണമൊക്കെ വരുമ്പം മീൻസ് മിഠായി കൊടുക്കൽ എന്ന് പറഞ്ഞ ചടങ്ങൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് മിഠായി, അതേപോലെ ഐഫോണ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഗേൾസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പാർട്ട്ണറിന്റെ കയ്യിൽ നിന്ന്. അപ്പം അതെല്ലാവർക്കും കിട്ടുമ്പോൾ ഇപ്പൊ സൊസൈറ്റിയിലെ ഒരു ട്രെൻഡാണ്, അതാണ് മിഠായി കൊടുക്കുക, പിന്നെ ഐഫോൺ കൊടുക്കുക, അതേപോലെ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ മണാലിക്ക് ഒരു ട്രിപ്പ്, ഇതൊക്കെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഇതൊന്നും കിട്ടാത്ത ഒരു കുട്ടി, ഇതൊന്നും കൊടുക്കുന്നില്ല ഒരാളെന്നുണ്ടെങ്കിൽ ഈ കുട്ടി വിചാരിക്കാണ് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം കിട്ടാത്തത്, അവക്ക് കിട്ടിയല്ലോ. ആൾക്കാർ ചോദിക്കുകയും ചെയ്യും, നിനക്ക് ഐഫോൺ കിട്ടിയില്ലേ, ട്രിപ്പ് പോകുന്നില്ലേന്ന്. അപ്പം ഇതൊന്നും ആ കുട്ടിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഈ കുട്ടി വിചാരിക്കും ഞാൻ എന്തിനാ ഇവനെ കെട്ടുന്നത്, എനിക്ക് ബെറ്റർ വൺ കിട്ടൂലേ എന്ന് ആലോചിച്ച് നിസ്സാരമായ ഈ കാരണങ്ങൾ കാരണം ഡിവോഴ്സ് ആവുന്ന ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇപ്പോഴും നമ്മുടെ അടുത്തും ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം, കാരണം ഇവരിത് കമ്പയർ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട്. ആൻഡ് ഇവർക്കൊരു കോൺഫ്ലിക്റ്റ് തോന്നുകയാണ്, എനിക്ക് ഇതിലേറെ ബെറ്റർ വൺ കിട്ടും, ഞാൻ ഇതിലേറെ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ്. അപ്പം അത് ശരിക്കും ഈ റൈറ്റർ ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം. എന്നാൽ ഈ കഥയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, എല്ലാവരെയും ഒരുപോലെ കൂടെയുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ഫർഹാൻ. പുരുഷന്മാരെ കുറിച്ചുള്ള ട്രഡീഷണൽ കോൺസെപ്റ്റ്സ് തിരുത്തി കുറിക്കുന്ന ഒരു ഐഡിയൽ പാർട്ട്ണർ. ഫ്രേക്ക് ഓർമ്മ നഷ്ടപ്പെട്ട സമയത്ത് അവളുടെ ഫീലിങ്സ്, മൈൻഡ് സെറ്റ് എല്ലാം റെസ്പെക്ട് ചെയ്ത് ഭർത്താവിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവളെ ബുദ്ധിമുട്ടിക്കാൻ അവൻ നോക്കിയില്ല. വീട്ടുജോലികളും അടുക്കള ജോലിയും പെണ്ണുങ്ങളുടെ മാത്രം ചുമതലയാണ് എന്നതിൽ നിന്നും വ്യത്യസ്തമായി ജോലി ചെയ്ത് വന്നും ഫ്രേക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും അവളുടെ ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഭർത്താവ്. അത് അവളുടെ മാത്രം ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഇന്നത്തെ മോഡേൺ കുടുംബങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റിയാണിത്. പങ്കാളിയുടെ ജോലിഭാരം മനസ്സിലാക്കി യാതൊരു ഈഗോയും ഇല്ലാതെ അടുക്കള പങ്കിടുന്ന, വീട്ടുജോലികളിൽ ഒപ്പം നിൽക്കുന്ന ഭർത്താക്കന്മാർ. ഫർഹാനിലൂടെ ഓദർ വരച്ചു കാട്ടുന്നത് ഒരു ആധുനിക കുടുംബത്തിന് ഏറ്റവും അത്യാവശ്യമായ പരസ്പര ബഹുമാനത്തിന്റെയും തുല്യതയുടെയും മുഖമാണ്. ശരിക്കും ഈ ഒരു ഭാഗം വായിച്ച സമയത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, നമ്മുടെ സമൂഹത്തിൽ ഇതുവരെ എക്സിസ്റ്റ് ചെയ്തത് ഒരു പാട്രിയാർക്കൽ സിസ്റ്റം ആയിരുന്നു. ഇപ്പോഴും എല്ലായിടത്തൊന്നും മാറിയിട്ടില്ല, എന്നാലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അതിലൊരു ചേഞ്ച് ഉണ്ട്. അപ്പം ഈ ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തില് എപ്പോഴും മെയിൽ ഡൊമിനന്റ് ആയിട്ടാണ് നിൽക്കുക. അതായത് ഇവര് ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഒക്കെ പപ്പയാണെങ്കിലൊക്കെ അവരൊക്കെ ശരിക്കും അവര് പണിക്ക് പോയിട്ട് സമ്പാദിച്ചു കൊണ്ടുവരും. ആൻഡ്
മമ്മ എന്റെ ഗ്രാൻഡ്മ ആണെങ്കിൽ അവിടെ അടുക്കള പണികളൊക്കെ എടുത്ത് നടക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് ഇവർ വളർന്നത്. പക്ഷെ ഇപ്പൊ സിസ്റ്റം മാറിയിട്ടുണ്ട്. ഇപ്പം വൈഫും ഹസ്ബൻഡും ഒരുപോലെ പണിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇവര് കണ്ടു വളർന്നത് അവരുടെ പാരന്റ്സ് തന്നെയാണ്. അതായത് ഇപ്പൊ വീട്ടിൽ പണിയെടുക്കുന്നില്ല, പുറത്ത് പണിയെടുക്കുന്നുണ്ട്. ഉമ്മയാണ് പണിയെടുക്കുന്നത് വീട്ടില്. അപ്പം ഈ ശരിക്കും ഒരു ഹസ്ബൻഡിന് ശരിക്കും ഒരു ട്രെയിനിങ് കിട്ടണം. എംപ്ലോയിഡ് ആയിട്ടുള്ള വുമന്റെ കൂടെ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത്. രണ്ടുപേരും ഹൗസ് ഹോൾഡ് വർക്ക്സ് ഷെയർ ചെയ്താൽ മാത്രമേ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ ഒരു ഫാമിലി പോവുള്ളൂ. ശരിക്കും ഫർഹാൻ ശരിക്കും അത് മനസ്സിലാക്കുന്നുണ്ട്. അതായത് അവനൊരിക്കലും ഒരു മെയിലീഗോ തോന്നുന്നില്ല. അതായത് അവളുടെ ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്താലും ഞാൻ താഴ്ന്നു പോകും, അങ്ങനത്തെ ഒരു ഫീലേ ഫർഹാനിലില്ല. ഫർഹാന് അത് അവന്റെയും അവളുടെയും രണ്ടുപേരുടെയും ഡ്യൂട്ടി ആണ് എന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിലുള്ള ഒരു മെയിലിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് ഫർഹാന് ചിന്തിക്കുന്നതും അതേപോലെ ചെയ്യുന്നതും. ഫ്രേക്ക് ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ അവൾ ഫർഹാനോട് കാണിക്കുന്ന അകൽച്ചയും ഡയറിയിൽ അവനെ കുറിച്ച് എഴുതിയ മോശം വാക്കുകളും ഫർഹാൻ അറിയുന്നുണ്ട്. എന്നിട്ടും അവൻ അവളെ വിട്ടുപോകാൻ തയ്യാറാകുന്നില്ല. അവൾ തന്നെ വേദനിപ്പിക്കുമ്പോഴും തന്റെ സാമ്പത്തിക സ്ഥിതിയുടെ പേരിൽ അവൾ തന്നെ ചെറുതായി കാണുമ്പോഴും ഫർഹാൻ അവളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവളെ പഴയ ഫ്രേയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവൻ എടുക്കുന്ന പരിശ്രമങ്ങൾ ചെറുതല്ല. യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും പങ്കാളി നമ്മെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നവരാണ്. എന്നാൽ ഫർഹാനെ പോലെ പങ്കാളിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും അവർക്ക് സ്വന്തം സ്പേസ് നൽകാനും തെറ്റുകളെ ക്ഷമയോടെ നേരിടാൻ തയ്യാറാകുന്ന ഒരു മനസ്സ്, അതാണ് ഒരു ബന്ധത്തെ വർഷങ്ങളോളം നിലനിർത്തുന്നത്. ആൻഡ് ഫ്രയ സ്പിരിച്വലി കുറച്ച് പിന്നിലാണ്. അതായത് ഫർഹാനെ കമ്പയർ ചെയ്യുമ്പം സ്പിരിച്വൽ ബിലീഫ്സിലൊക്കെ ഫ്രയ കുറച്ച് ബാക്ക്വേർഡ് ആണ്. പക്ഷെ എന്നാലും ഒരിക്കലും ഫർഹാനെ നീ ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ഡ്രസ് ചെയ്യണം, മുടി ഇങ്ങനെ കാട്ടരുത്, അങ്ങനെയൊന്നും പറഞ്ഞ് ഒരിക്കലും അവളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഫർഹാൻ വരുന്നില്ല. അവൾ എങ്ങനെയാണോ അങ്ങനെ അവൻ റെസ്പെക്ട് ചെയ്യും, അവളുടെ ചോയ്സിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുകയും അവളെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം പല സ്ഥലത്തും കാണുന്നുണ്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം ഇവള് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവള് ഭയങ്കര മോഡേൺ ആയിട്ടൊക്കെ ഡ്രസ് ചെയ്ത് നടന്നിരുന്ന ആളായിരുന്നു. ലൈക്ക് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് അങ്ങനെ നടക്കുന്ന ആളായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇവളെ കുറെ കാലത്തിന് ശേഷം ഞാൻ അവളെ കാണുന്നത് പർദ്ദയൊക്കെ ഇട്ട് ബുർക്കയൊക്കെ ഇട്ട്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തൊന്നല്ല, അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. പക്ഷെ അതുവരെ അങ്ങനെയായിരുന്നു. അപ്പം ഇവളോട് ഞാൻ ചോദിച്ചപ്പോൾ മാറ്റത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവന്റെ ഫാമിലിയിലെ ഐഡിയോളജീസ് അങ്ങനെയാണ്, അപ്പം എനിക്കത് അക്സെപ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരു ഇതാണ് അവൾ പറഞ്ഞത്. അപ്പം ഫർഹാൻ ഒരിക്കലും അങ്ങനെ അവന്റെ ഫാമിലിയുടെയോ അവന്റെ ഐഡിയോളജീസോ ഒരിക്കലും അവളുടെ മേലിൽ ഇമ്പോസ് ചെയ്യാൻ നിന്നിട്ടില്ല. അവളെ എങ്ങനെയാണോ അവള് അതുപോലെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ഫർഹാൻ. സ്വന്തം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ശ്വാസമുട്ടലായി മാറുന്നത്. എന്നാൽ ഫർഹാൻ ഫ്രേയെ അവളുടെ വഴിയെ സഞ്ചരിക്കാൻ അനുവദിക്കുകയും ഒപ്പം ഒരു തണലായി നിൽക്കുകയും ചെയ്യുന്നു. ഓദർ ഫർഹാൻ എന്ന കഥാപാത്രത്തിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറും ഒരു സാങ്കല്പിക നായകനെയല്ല, മറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ തങ്ങളുടെ ജീവിത പങ്കാളിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ഒത്തുചേർന്ന ഒരു മനോഹരമായ മാതൃകയെയാണ്. ഫ്രേയെ കൂട്ടിയുള്ള വെഡിങ് ആനിവേഴ്സറി ട്രിപ്പിൽ തുടക്കത്തിൽ ഫർഹാന്റെ കൂടെ യാത്ര പോകാൻ ഫ്രേക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും അവളുടെ സന്തോഷത്തിനും കംഫർട്ടിനും വേണ്ടി ഫർഹാൻ എടുക്കുന്ന ഓരോ ചെറിയ എഫേർട്ടും അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അവൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും തനിക്കായി എന്തും ചെയ്യാൻ തയ്യാറാണെന്നും അവൾ തിരിച്ചറിയുന്നു. അങ്ങനെ ജപ്പാന്റെ ആ മനോഹരമായ പശ്ചാത്തലത്തിൽ ഓർമ്മകളില്ലാത്ത ആ മനസ്സിൽ പോലും ഫർഹാനോട് പുതിയൊരു ഇഷ്ടവും ശാരീരിക അടുപ്പവും തോന്നുന്നു. എന്നാൽ ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഭാവിയാണോ ഇത് എന്ന യാഥാർത്ഥ്യം അവളുടെ കൺമുന്നിൽ നിൽക്കുന്നു. തന്റെ ഉള്ളിൽ മുള പൊട്ടിയ ആ ഇഷ്ടത്തെയും വികാരത്തെയും അവൾ സ്വന്തം മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുകയാണ്. ആ വികാരങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ ബന്ധം ഇവിടെ തീർക്കണം എന്ന തീരുമാനത്തിൽ അവൾ ഫർഹാനോട് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു. തന്നെ മനസ്സിലാക്കുമെന്നും സ്നേഹം തിരികെ നൽകുമെന്നും വിശ്വസിച്ച പങ്കാളി തന്നെ തള്ളിപ്പറയുമ്പോൾ ഫർഹാൻ മാനസികമായി പൂർണ്ണമായും തകർന്നുപോയി. എന്നാൽ നാട്ടിലെ ഒരു കുട്ടിയെ അത്ഭുതകരമായി രക്ഷിക്കുന്ന ഫർഹാന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും അവൻ ഒറ്റ രാത്രി കൊണ്ട് ഒരു സെലിബ്രിറ്റിയായി മാറുകയും ചെയ്യുന്നു.
വലിയ തുകയും അംഗീകാരങ്ങളും ലണ്ടനിലെ പുതിയ ജോബും അവനെ തേടിയെത്തുന്നു. കൂട്ടുകാരിയായ ആലിസ് അവളെ ഓർമ്മിപ്പിച്ചത് ഈ ഒരു സമയത്താണ്. അതായത് ഫ്രേയുടെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഫ്രേ ശരിക്കും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഫ്രേയനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൾക്കിപ്പോ ഫീലിങ്സോ അവള് അവന് വേണ്ടിയിട്ട് എന്തൊക്കെയാ ഫൈറ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊന്നും ഫ്രേയ ശരിക്കും ഇപ്പം ഓർക്കുന്നു പോലുമില്ല. അവളുടെ മൈൻഡില് അവളുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും പോലത്തെ ഒരു ലൈഫല്ല ഇവളിപ്പം ജീവിക്കുന്നത്. ഒരുപാട് പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും ഉള്ള ഒരാളാണ് ഫർഹാന്. അപ്പം ഇവള് അതായത് ഇവന്റെ ക്യാരക്ടറിലൊക്കെ ഇവൾ ഓക്കെ ആണെങ്കിലും കംഫർട്ട് ആണെങ്കിലും ഫിനാൻഷ്യലി ഇവക്കൊരു സെക്യൂരിറ്റിയോ കംഫർട്ടോ ഫീൽ ചെയ്യുന്നില്ല. അപ്പം ആ സമയത്താണ് ഫർഹാന്റെ അടുത്ത് ഡിവോഴ്സ് ആവശ്യപ്പെടുകയും ആ സമയത്താണ് ഇവനെ തേടിയിട്ട് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എല്ലാവരുടെ ലൈഫിൽ എത്തും. അതുപോലെ ഒരു മൊമെന്റ് ഇവനെ തേടി എത്താണ്. ഒരു കുട്ടീനെ രക്ഷിച്ചു കണ്ട് ഇവൻ ഭയങ്കര ഫേമസ് ആവാണ്. റീൽസിലൊക്കെ പിന്നെ ഇവനൊരു സെലിബ്രിറ്റി ലുക്ക് കിട്ടാണ്. ആ സമയം ആയപ്പോഴേക്കും ഇവന്റെ അടുത്ത് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരുന്നു. അപ്പം ഈ വൈറലായി ഇവൻ ഇനി ലണ്ടനിലേക്ക് പോവാണ്. ഇവളുടെ ഒരു ഡ്രീമാണ് ലണ്ടനിൽ പോവാന്നുള്ളത്. അപ്പം ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഇവള് ചിന്തിച്ചിട്ട് ഇവളുടെ ഫ്രണ്ട് ആലിസിന്റെ ഉപദേശം, നീ ഡിവോഴ്സ് ആക്കുവാണെങ്കിൽ എന്തായാലും നിന്നെ വേറെ കെട്ടിക്കും, എന്നാലേ നിന്നെ ലണ്ടനിലേക്ക് പറഞ്ഞയക്കുള്ളൂ. ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ട് ഫ്രേയ തീരുമാനിക്കാണ്. ഇപ്പൊ അവന് ഇൻഡിപെൻഡന്റ് ആണ്, ഇപ്പൊ ഫിനാൻഷ്യലി ഓക്കെ ആണ്, ഇവക്കൊരു കംഫർട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഇവള് വിചാരിക്കാണ് ഇവന്റെ കൂടെ തന്നെ ജീവിക്കാമെന്ന്. പക്ഷെ അവന് മനസ്സിലാക്കാണ് തനിക്ക് പ്രശസ്തി കിട്ടിയതിന് ശേഷമാണ് തന്നെ വേണമെന്ന് തോന്നിയത് എന്ന തിരിച്ചറിവ് ഫർഹാനെ പൂർണ്ണമായും തളർത്താണ്. നീ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്നെ ഒരു ടൂൾ ആക്കിയതല്ലേ എന്ന ചോദ്യത്തിൽ നമുക്ക് അവനെ തെറ്റ് പറയാനാവില്ല. അവൾക്ക് ചിലവാക്കിയ പണം ഭാര്യ എന്ന സർവീസിന്റെ വിലയായി കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവളെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കാണ് ഫർഹാൻ ചെയ്യുന്നത്. ഇതിൽ ഫർഹാന്റെ ഭാഗത്തും ഫ്രേയുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ അതും ഫർഹാന്റെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ അതും തെറ്റായിട്ട് തോന്നില്ല. കാരണം ഫ്രേക്ക് ഫീലിങ്സ് ഇല്ല. ഇവനോടുള്ള എല്ലാ കാര്യങ്ങളും ഇവള് മറന്നു പോയിട്ടുണ്ട്. ഇവളുടെ ഉള്ളിൽ ഇവനോടുള്ള ദേഷ്യം മാത്രമാണ്. പിന്നെ എത്രത്തോളം ഇവനെ സ്നേഹിച്ചിരുന്നു എന്നോ ആ സിറ്റുവേഷൻ ഒന്നും ഇവക്ക് ഓർമ്മയില്ല. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷമാണ് ഫ്രേയ കടുത്ത മാനസിക വേദനയിലൂടെ കടന്നു പോകുന്നത്. ആ നിമിഷങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിന്റെ ആഴം അവൾ മനസ്സിലാക്കുന്നു. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല, അത് നഷ്ടപ്പെടുമ്പോഴേ അറിയൂ എന്ന വലിയ പാഠം ഈ കഥ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. പിന്നീട് ആലിസിന്റെ വിവാഹത്തിന് ഇവർ പരസ്പരം സംസാരിക്കുകയും താനൊന്നും അല്ലാതിരുന്ന സമയത്ത് ശരിക്കും ഫ്രേയുടെ ക്യാരക്ടർ ഇതിൽ ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ട ഒരു മെന്റൽ സ്റ്റേറ്റിലൂടെയാണ് ഫ്രേയ കടന്നു പോകുന്നത്. അവൾ ഒന്നും അല്ലാതിരുന്ന സമയത്ത്, അതായത് ഫർഹാൻ ഒന്നും അല്ലാതിരുന്ന സമയത്ത് തന്റെ റെപ്യൂട്ടേഷനൊക്കെ മറന്ന് ഫർഹാനെ സ്നേഹിച്ച് ഫാമിലിയായിട്ട് ഫൈറ്റ് ചെയ്ത് വന്ന ആളാണ് ഫ്രേയ. പക്ഷെ ഓർമ്മ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവള് ഫർഹാനെതിരെ സംസാരിക്കുകയും പ്രാക്ടിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടും ചിന്തിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഫർഹാൻ ഇപ്പൊ നല്ലൊരു പൊസിഷനിലാണ്. അപ്പൊ ഫർഹാന് അന്നത്തെ ഇവളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ട് ഇവളെ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യാണ്, സ്വന്തം ജീവിതത്തിലേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു കോംബോ ഇവിടെ സെറ്റ് ആവാണ്. പക്ഷെ ഈ കഥയില് ഫ്രേയ എന്ന കഥാപാത്രം കടന്നു പോകുന്നത് തികച്ചും വ്യത്യസ്തമായ 3 മാനസികാവസ്ഥകളിലൂടെയാണ്. അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ വഴിത്തിരിവുകളും അവളുടെ മനോഭാവത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഫ്രേയ തികച്ചും ആധുനികമായ ചിന്താഗതിയുള്ള, യാതൊരു യാഥാസ്ഥിതികയും അംഗീകരിക്കാത്ത ഒരു പെൺകുട്ടിയാണ്. ലണ്ടനിൽ പോയി പഠിക്കണമെന്ന തന്റെ സ്വപ്നത്തിന് കുടുംബം തടയിടുമ്പോൾ അതിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു ന്യൂജൻ ഗേൾ. ഈ ഘട്ടത്തിൽ അവൾക്ക് പ്രണയമായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ വലുത്. പണത്തെയോ കുടുംബത്തിന്റെയോ റെപ്യൂട്ടേഷനോ അവൾ ഒന്നും വകവെച്ചില്ല. വീട്ടുകാരെയും സമൂഹത്തെയും ധിക്കരിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കിയ ഫർഹാനെ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കുകയാണ്. ഇവിടെ അവൾ സമ്പത്തിനേക്കാൾ ഉപരിയായി സ്നേഹത്തിനും സ്വാതന്ത്ര്യത്തിനുമാണ് മുൻഗണന നൽകുന്നത്. ഒരു തീവ്രമായ പ്രണയിനിയുടെ മനോഭാവമാണ് ഈ ഘട്ടത്തിൽ ഫ്രേയ്ക്കുള്ളത്. എന്നാൽ ഫയർ ആക്സിഡന്റിന് ശേഷം ഫ്രേയുടെ ജീവിതം മാറിമറിയുന്നു. 2 വർഷത്തെ ഓർമ്മകൾ നഷ്ടപ്പെട്ട് കണ്ണു തുറക്കുന്ന അവൾ കാണുന്നത് ഒരു അപരിചിതനായ ഭർത്താവിനെയും ചെറിയൊരു വീടിനെയുമാണ്.
ശരിക്കും ഇവളുടെ ഇവളുടെ റൂമിന്റെ പകുതിയുള്ളു അവിടുത്തെ ഹാളും കിച്ചണും റൂമും കൂടെ നോക്കുമ്പോൾ. അപ്പം അത്രയും കൺജസ്റ്റഡ് ആയിട്ടാണ് ഇവക്ക് ഫീൽ ചെയ്യുന്നത്. ഇവള് ജീവിച്ചിരുന്ന സിറ്റുവേഷന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ ഇവളെന്നെ ആലോചിക്കാണ്, ഞാൻ എങ്ങനെയാണ് ഫർഹാനോടുള്ള സ്നേഹത്തിന്റെ പേരില് ഇത്രയും ചെറിയൊരു ലൈഫ് എങ്ങനെ ചൂസ് ചെയ്തു എന്ന് ഇവക്ക് തന്നെ ശരിക്കും അറിയുന്നില്ല. ഇവളിപ്പോ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുമ്പോ ഞാൻ എങ്ങനെ ഈ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടു എന്നൊരു ഓർമ്മയും അവൾക്കില്ല. ഈ ഘട്ടത്തിൽ അവളുടെ മനോഭാവം തികച്ചും സ്വാർത്ഥതയും പ്രാക്ടിക്കലുമായി മാറുന്നു. ഫർഹാന്റെ സ്നേഹത്തെക്കാൾ അവൾക്ക് പ്രശ്നമാകുന്നത് അവന്റെ സാമ്പത്തിക സ്ഥിതിയാണ്. ഡയറിയിൽ അവനെതിരെ വെറുപ്പോടെ എഴുതുന്നതും ജപ്പാൻ യാത്രയ്ക്ക് ശേഷവും തന്റെ വികാരങ്ങളെ ഉള്ളിൽ കുഴിച്ചുമൂടി ഡിവോഴ്സ് ആവശ്യപ്പെടുന്നതും ഈയൊരു യാഥാർത്ഥ്യ ബോധത്തിന്റെയും അപകർഷതാ ബോധത്തിന്റെയും പുറത്താണ്. ഈ ഘട്ടത്തിൽ പ്രണയത്തെക്കാൾ അവൾ പ്രാധാന്യം നൽകുന്നത് ഭൗതികമായ സൗകര്യങ്ങൾക്കാണ്. കഥയുടെ ഒടുവിലത്തെ ഘട്ടത്തിൽ ഫർഹാൻ പ്രശസ്തനാവുകയും ലണ്ടനിലേക്ക് വഴി തുറക്കുകയും ചെയ്യുമ്പോഴാണ് ഫ്രേയ തന്റെ തെറ്റുകൾ പൂർണ്ണമായി തിരിച്ചറിയുന്നത്. താൻ എടുത്ത ഡിവോഴ്സ് തീരുമാനം എത്ര വലിയ മണ്ടത്തരമായിരുന്നു എന്ന് അവൾ വേദനയോടെ മനസ്സിലാക്കുന്നു. ഇവിടെ ഫ്രേയയുടെ മനോഭാവത്തിൽ വലിയൊരു മാറ്റം വരുന്നു. പണമോ പ്രശസ്തിയോ അല്ല, തന്നെ നിരുപാധികം സ്നേഹിച്ച ആ മനുഷ്യന്റെ ഹൃദയമാണ് തന്റെ യഥാർത്ഥ സമ്പത്ത് എന്നവൾ വൈകിയാണെങ്കിലും തിരിച്ചറിയുന്നു. ഇതിന്റെ ഒരു മെയിൻ ആയിട്ടൊരു തീം പറയുകയാണെങ്കിൽ ഈ ഒരു കഥയുടെ, ഫ്രേയുടെയും ഫർഹാന്റെയും ഈ കഥ കേവലം രണ്ട് വ്യക്തികളുടെ പ്രണയകഥ മാത്രമല്ല, ഇന്നത്തെ ആധുനിക സമൂഹത്തിന് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടിയാണിത്. മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിൽ ഒന്ന് തന്റെ കൂടെയുള്ളവരുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും വില അവർ ഒപ്പമുള്ള കാലത്തോളം തിരിച്ചറിയുന്നില്ല എന്നതാണ്. ഫ്രേക്ക് ഫർഹാന്റെ സ്നേഹവും ഐഡിയലായ സ്വഭാവവും അനുഭവിക്കാൻ കഴിഞ്ഞത് അവൻ കൂടെ ഇല്ലാതിരുന്നപ്പോഴാണ്. എന്നാൽ പ്രാക്ടിക്കലായ ചിന്തകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാണിച്ച് അവൾ അത് പുച്ഛിച്ചു തള്ളി. ആ ബന്ധം നഷ്ടപ്പെടുമ്പോഴും അവൻ അകന്നു പോകുമ്പോഴും മാത്രമാണ് അവൾ അവന്റെ യഥാർത്ഥ വില മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കാറുള്ളത്. പണത്തെക്കാളും ഭൗതികമായ നേട്ടങ്ങളെക്കാളും ഉപരിയായി നമ്മെ നിരുപാധികം സ്നേഹിക്കുന്ന, ഒപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരുടെ മനസ്സിനെ തിരിച്ചറിയാൻ വൈകിപ്പോകരുത് എന്ന വലിയൊരു പാഠമാണ് ഇത് സമൂഹത്തിന് നൽകുന്നത്. നഷ്ടപ്പെട്ടതിന് ശേഷം കരയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരമില്ല എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് പ്രണയവും പണവും തമ്മിലുള്ള തിരഞ്ഞെടുപ്പ്. ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ പെട്ടെന്ന് ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ ആളുകൾ തയ്യാറാകുന്നു. കഥയിൽ ഓർമ്മകൾ നഷ്ടപ്പെട്ട ഫ്രേയ തന്റെ സഹോദരിയുടെ ആഡംബര ജീവിതവുമായി തന്റെ ചെറിയ ജീവിതത്തെ കമ്പയർ ചെയ്ത് അകന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം പ്രധാനമാണെന്നത് പച്ചയായ സത്യമാണ്. എന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മെ കൈവിടാതെ ഒപ്പം നിന്ന ആത്മാർത്ഥതയെ പണത്തിന്റെ അളവുകോൽ വെച്ച് മാത്രം വിലയിരുത്തരുത്. പണത്തിന് നൽകുന്ന പ്രാധാന്യം പലപ്പോഴും മനുഷ്യബന്ധങ്ങളുടെ ആഴത്തെ ഇല്ലാതാക്കുമെന്ന സാമൂഹിക യാഥാർത്ഥ്യമാണ് ഇവിടെ വരച്ചു കാട്ടുന്നത്. ഫർഹാൻ സാധാരണക്കാരനായ ഒരു ഷെഫ് ആയിരുന്നപ്പോൾ അവനെ വേണ്ടെന്ന് വെച്ച ഫ്രേയ അവൻ ഒരു ജീവൻ രക്ഷിക്കുകയും സോഷ്യൽ മീഡിയയിൽ വൈറലായി വലിയ സെലിബ്രിറ്റിയായി മാറുകയും ചെയ്തപ്പോഴാണ് അവനിലേക്ക് വീണ്ടും അടുക്കാൻ ശ്രമിക്കുന്നത്. സമൂഹത്തിന് ഈ ഒരു പൊതു സ്വഭാവത്തെയാണ് ഓദർ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. സമൂഹം ഒരാളെ അംഗീകരിക്കുമ്പോഴോ അവർക്ക് പ്രശസ്തിയും പണവും ലഭിക്കുമ്പോഴോ മാത്രം അവരെ സ്നേഹിക്കുക എന്നത് തികച്ചും സ്വാർത്ഥത നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ്. ഒരാളുടെ വ്യക്തിത്വത്തെയും ആത്മാർത്ഥതയെയുമാണ് നമ്മൾ വിലമതിക്കേണ്ടത്, അല്ലാതെ അയാളുടെ സക്സസിനെയോ പ്രശസ്തിയെയോ അല്ല എന്ന ചിന്ത ഈ കഥ ശക്തമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫ്രേയ തന്നെ എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും ഡയറിയിൽ തനിക്കെതിരെ മോശമായി എഴുതിയത് കണ്ടിട്ടും ഫർഹാൻ ആദ്യം പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ ആ സ്നേഹം തിരിച്ചറിയാനും പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ഒന്നാകാനും അവർ തയ്യാറാകുന്നു. തെറ്റിദ്ധാരണകളും ഈഗോയും ഏത് നല്ല ബന്ധത്തെയും തകർത്തെറിയാൻ പോന്നവയാണ്. എന്നാൽ പക്വതയോടെ ചിന്തിക്കാനും തെറ്റുകൾ തിരുത്തി പരസ്പരം ക്ഷമിക്കാനും തയ്യാറായാൽ ഏത് തകർന്ന ബന്ധത്തെയും ജീവിതത്തിലേക്ക് തിരികെ പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ കഥ അവസാനത്തിൽ നൽകുന്നത്. ശരിക്കും ഇതിലൂടെ ഈ ഒരു ക്യാരക്ടേഴ്സിലൂടെ സൊസൈറ്റി അനുഭവിക്കുന്ന ഫേസ് ചെയ്യുന്ന ഒരു ഗേള് സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലൂടെ ഓദർ വരച്ചു കാട്ടുന്നുണ്ട്. ഈ ഒരു സൃഷ്ടികളിലൂടെ ഓദർ ശരിക്കും സമൂഹത്തിന് നല്ലൊരു പാഠവും നല്ലൊരു സന്ദേശവുമാണ് കൊടുക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്റ്റോറി. പിന്നെ ഈ ഒരു സ്റ്റോറി നമ്മൾ വായിക്കാനിരിക്കുകയാണെങ്കിൽ
നമുക്ക് കംപ്ലീറ്റ് ആകാതെ നമുക്ക് എണീക്കാൻ പറ്റില്ല. അതായത് അടുത്ത പാർട്ട് എന്താകും എന്നൊരു ക്യൂരിയോസിറ്റി നമ്മളിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. ഞാനൊക്കെ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോഴൊക്കെ ഈ ഒരു പേജും കൂടി കഴിഞ്ഞിട്ട് പോകാം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ലാഗ് ചെയ്ത് പോയി. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് ഒരു ന്യൂജൻ വൈബായിട്ട് സെറ്റായി പോകുന്ന അങ്ങനത്തെ ഒരു സ്റ്റോറി ആണ്. അപ്പൊ അത് വായിക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ എല്ലാവരും ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇത് എന്തായാലും വായിക്കണം. നല്ലൊരു സ്റ്റോറിയാണ്. ആൻഡ് താങ്ക് യു. നന്ദി രഹന. രഹന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രേയുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആധുനിക സമൂഹത്തിന് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടി തന്നെയാണ് അല്ലെ. നമ്മ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പെൺകുട്ടികളും സ്ത്രീകളും അവരുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രേയുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അവതരണത്തിലൂടെ F2 ഫാക്ടർ എന്ന കൃതിയെ കുറിച്ച് കൂടുതൽ അടുത്തറിയുവാനും ഈ പുസ്തകം വായിക്കാനുള്ള താല്പര്യം എല്ലാവരിലും ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുസ്തകത്തിലെ ഉള്ളടക്കവും അതിലെ ആശയങ്ങളും തന്റെ അഭിപ്രായങ്ങളും വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ച രഹനയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനി ഇന്നത്തെ ഈ പരിപാടിയിലെ ഏറ്റവും വിശിഷ്ട അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. നോവലിസ്റ്റും അതിലുപരി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതുമായ മലയാള സിനിമാ സംവിധായകൻ സിദ്ദിഖ് സാറിന്റെ മകളുമായ സുമയ്യ സിദ്ദിഖ് മാം ആണ്. എറണാകുളം സെന്റ് തെരേസസ് സ്കൂളിലും കോളേജിലും പഠനം പൂർത്തീകരിച്ചു. സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ആരംഭിച്ച് തന്റെ ബ്ലോഗിൽ ചെറുകഥകൾ അപ്ലോഡ് ചെയ്തു. പിന്നെ കുറച്ച് നോവലുകൾ എഴുതി തന്റെ ചുറ്റുമുള്ളവർക്ക് പങ്കിട്ടു. അവരിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനം ഒരു പ്രചോദനമാക്കിക്കൊണ്ട് തന്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കെടുക്കാൻ തീരുമാനിച്ചതിലൂടെയാണ് ഈ F2 ഫാക്ടർ എന്ന ഈ നോവലിന്റെ പിറവി. F2 ഫാക്ടർ ആണ് സുമയ്യ മാമിന്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത്. ഈ ഫ്രേയ മജീദിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ, സ്വപ്നങ്ങൾ, പ്രണയം, സൗഹൃദം എന്നിവ മനോഹരമായി തന്നെ കൃതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. F2 ഫാക്ടർ എന്ന പുസ്തകത്തിന്റെ എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കൃതിയെക്കുറിച്ച് കൂടുതൽ അറിയാനും സുമയ്യ സിദ്ദിഖ് മാമിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. Thank you. First of all, Rahananoട് ഒരു ബിഗ് താങ്ക് യു ഫോർ ദ പ്രസന്റേഷൻ. അതിലൊരു 2 കറക്ഷൻ ഉണ്ട്. അത് ഐ വോണ്ട് ടു പോയിന്റ് ഔട്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല. ഇറ്റ്സ് ഫർഹാൻ അല്ല, ഫറാൻ ആണ്. FARRN. അപ്പൊ ഫർഹാൻ ഞാൻ ആ ഫർഹാൻ എന്നുള്ള കോമൺ നെയിം വേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്റൻഷനലി ഫറാൻ എന്നാണ് ഇട്ടത്. അതുകൊണ്ട് തന്നെ ഫർഹാൻ എന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട്. ഇറ്റ്സ് ഫറാൻ ആണ്. പിന്നെ അവര് പോയത് ജപ്പാൻ അല്ല, തായ്ലൻഡ് ആണ്. അപ്പൊ അത് 2 പ്രാവശ്യം ജപ്പാൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് എന്താണ് ജപ്പാനായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അവര് തായ്ലൻഡിലാണ് പോയത്. ബാക്കിയെല്ലാം ഓക്കെ ഫൈൻ ആയിരുന്നു. ബട്ട് ആ ഒരു കറക്ഷൻ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഹീര മാം ഈ ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ ബുക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ആളുകൾ അഡ്രസ്സ് ചെയ്യണത്. കാരണം ബേസിക്കലി ഞാൻ ഇൻട്രോവേർട്ട് ആണ്, എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല. പിന്നെ റീസിനെ കണ്ട് റീസ് ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. റീസ് ഇസ് മൈ ബെസ്റ്റ് ബഡി. അപ്പം ലാസ്റ്റ് ടൈം റീസിന്റെ ബുക്ക് പ്രസന്റ് ചെയ്ത സമയത്ത് ഞാനും റീസും ഒരു 2 months ഫ്രണ്ട്ഷിപ്പേ ആയിട്ടുള്ളായിരുന്നു. ബട്ട് ഇപ്പം നമ്മള് അത് ഭയങ്കര എന്താ പറയുക, ഒരു സ്ട്രോങ് ക്ലോസ് റിലേഷൻ ആണ് റീസിന്റെ. അപ്പൊ റീസിന് ഷൂട്ടിംഗ് ഉണ്ട്. ഇപ്പൊ കറന്റ്ലി അസിസ്റ്റ് ചെയ്യുന്ന പടത്തിന്റെ ഇടയിൽ ബ്രേക്കിൽ റീസിന് എനിക്ക് കാണാം. അപ്പൊ റീസ് എന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് റീസ് വന്നു നിൽക്കുകയാണ്, ലൈക്ക് ജസ്റ്റ് ഒരു പ്രസൻസ് കാണിക്കാം. അപ്പൊ താങ്ക് യു റീസ്. അങ്ങനെ സോ പ്രസന്റേഷൻ ഒക്കെ വളരെ മനോഹരമായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, ഇനി താങ്ക് യു പറഞ്ഞു. വാട്ട് എൽസ് മാം? സുമയ്യ, ഒരു ഇത് എഴുതാണ്ടായ ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ റിസർച്ചിലെ ഒരു പഠനവും പിന്നെ അന്നത്തെ എഴുത്തുകളും, അങ്ങനെ ഒരു ജേണിയെ കുറിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ജേണി എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇംപ്രസീവ് ജേണി ഒന്നും ഇല്ല. യൂഷ്വലി റൈറ്റേഴ്സിനൊക്കെ ഉണ്ടാവും ചെറുപ്പം മുതലേ സ്റ്റോറി റൈറ്റിംഗിൽ കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രൈസ് കിട്ടിയത്. ഞാൻ വളരെ കുറച്ച് കോമ്പറ്റീഷൻസിൽ പോയുള്ളൂ, അതും ക്ലാസ് കിട്ടാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഒന്നിനും
പ്രൈസ് കിട്ടിയില്ല എന്ന് മാത്രമല്ല വളരെ മോശം എഴുത്തൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു എഴുത്തുകാരിയാണെന്ന് ഞാൻ സ്വയം വിചാരിച്ചിട്ട് പോലും ഉണ്ടായില്ല. പക്ഷെ എന്തോ ഉള്ളിലുണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഞാനൊരു ഒരു 20, അതായത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അത് എന്താ വെച്ചാൽ നമുക്ക് സ്മാർട്ട് ഫോൺ കിട്ടിയപ്പം അത് കുറെ കൂടി ഈസി ആണല്ലോ, ഇരുന്നിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ കമന്റ് ഇട്ടുമ്പോൾ നമ്മൾ കൊള്ളാലോ എന്ന് തോന്നി കുറച്ച് കുറച്ച് ഇങ്ങനെ വ്ളോഗായി. പിന്നെ അവിടെ നിന്ന് ഞാൻ ഓർത്ത് സ്റ്റോറി എഴുതി വെക്കാം, ഷോർട്ട് സ്റ്റോറിയും പിന്നെ എപ്പിസോഡ് സ്റ്റൈൽ സ്റ്റോറീസ് എഴുതി. അപ്പം അടുത്ത എപ്പിസോഡിന് വേണ്ടി കുറച്ച് പേരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി, എപ്പോഴാണ് അടുത്ത എപ്പിസോഡ് പറഞ്ഞത്. അപ്പൊ ഞാൻ നോക്കി, ഓക്കെ, ഞാനിങ്ങനെ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട് എന്റെ എഴുത്തെന്ന് മനസ്സിലാക്കി. അങ്ങനെ അത് കുറച്ച് നാളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത്. അപ്പൊ പലരും പറഞ്ഞു ബുക്ക് ട്രൈ ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ലൈക്ക് ഓക്കെ എഴുതാമെന്ന് കഴിഞ്ഞിട്ട് 2022, അതായത് F2 ഫാക്ടറിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം 2022 ആ വർഷമാണ് ഞാൻ എഴുതി തീർത്തത്. 2021 ഇത് എഴുതാനിരുന്നു, 1 വർഷം എടുത്ത് എഴുതിയതാണ്. 2022 തീർന്നു. അത് കഴിഞ്ഞ ശേഷം പബ്ലിഷറും കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് അങ്ങനെയാണ് ഇത് പബ്ലിഷിങ്ങിലോട്ട് പോയത്. അപ്പം അതാണ് എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. അതിനും ഇടയ്ക്ക് ഞാൻ ബ്ലോഗിലൊക്കെ കഥകൾ എഴുതുമായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് ഒരു റീഡേഴ്സ് ഉണ്ടായിരുന്നു, അവരിങ്ങനെ നല്ല പോസിറ്റീവ് കമന്റ്സ് ഒക്കെ പറയുമായിരുന്നു. വായിക്കാൻ ഒരു രസമുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഓക്കെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടാണ് F2 ഫാക്ടറിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ മാമായിട്ട് നമ്മൾ തന്നെ എഡിറ്റിംഗിലാണ് മാമിനെ പരിചയപ്പെടുന്നത്. അപ്പൊ ലൈക്ക് ഞാനിങ്ങനെ നോക്കിക്കണ്ടിരിക്കുകയായിരുന്നു. മാമിന് പക്ഷെ തിരക്കൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഫുള്ളി കൊളാബറേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ആ ഒരു എന്താ പറയാ ഇന്ററാക്ഷൻ ഇപ്പൊ ഇവിടെ വരെ നിൽക്കും. നമ്മളിപ്പോ ഒരു 2-3 വർഷമായിട്ട് ഒരു ടച്ച് ഉണ്ട്. ബട്ട് മാമായിട്ടുള്ള ആ ഒരു ലൈക്ക് റിലേഷൻ ഞാൻ ഭയങ്കര വാല്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഞാൻ പൊതുവേ എനിക്ക് ഭയങ്കര ഇൻഹിബിഷൻ ഒക്കെ മാം എന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ഐ സെഡ് യെസ്. പിന്നെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. അപ്പൊ അതൊരു വലിയ കാര്യമായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. സോ യാ, ഐ എം ഹിയർ. യെസ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇവിടെ കുറെ പേര് പങ്കെടുക്കുന്നുണ്ട്, അപ്പൊ അവർക്കൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആദ്യമേ തന്നെ രഹനേനെ ഒന്ന് അഭിനന്ദിക്കട്ടെ. രഹന ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവിടെ കറണ്ട് ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ടാണ് രഹന. ഇപ്പൊ മലപ്പുറത്ത് നല്ല മഴയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിലാണ് പിന്നെ സ്കൂളില് വർക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ കുറച്ചാളായി വിചാരിക്കണു. എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം മുമ്പെങ്കിലും അത് നമ്മളെ അവതരിപ്പിക്കാൻ വെച്ചിരുന്നതാണ്. പക്ഷെ കുറെ കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് കുറച്ച് നീണ്ടുപോയി. അപ്പോ വളരെ സന്തോഷം. ഇപ്പോ അടുത്ത പുസ്തകത്തെ കുറിച്ചും കേട്ടപ്പോ ഒരുപാട് സന്തോഷം. പിന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഈ ഒരു സെന്റ് ട്രീസാസ്, ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോ സെന്റ് ട്രീസാസിലെ ഒരു കൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്. അത് ശരിക്കും അവിടെ 5th ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, ലിറ്ററേച്ചർ ഗ്രൂപ്പ് ഉണ്ട്. അവിടെ പഠിച്ചു വരുന്നവർക്ക് ഒരു ഫ്ലെയർ വേറൊരു രീതിയിലായിരിക്കും. ഞങ്ങളുടെ അവിടെ വരുമ്പോ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്. അപ്പോ അത് ശരിക്കും ഒരു സ്കൂളിംഗ് തുടങ്ങി MA വരെയുള്ള ഒരു ലൈഫ് ശരിക്കും ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റിന് സഹായകരമായിട്ടുണ്ടോ? അങ്ങനെയാണ് ശരിക്കും സെൻട്രസിലെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ബട്ട് ഞാൻ അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടൂല. ഞാനൊക്കെ കൈൻഡ് ഓഫ് സ്റ്റുഡന്റ്, അതായത് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്ന കാറ്റഗറിയാണ്. ഫൈൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കണ കാറ്റഗറി. അതായത് ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ ലവ് ടു പേ ഫൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കണ കാറ്റഗറി. അപ്പൊ നമ്മൾ ആ ഒരു പക്ക ലൈക്ക് നമ്മള് വീട്ടിലൊന്നും അങ്ങനെ ഇംഗ്ലീഷ് യൂസ് ചെയ്യാറില്ല, ഫ്രണ്ട്സിന്റെ അടുത്ത് യൂസ് ചെയ്യാറില്ല, ടീച്ചേഴ്സിന്റെ അടുത്തും സ്കൂളിൽ നിന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് അറിഞ്ഞാലും ഉപയോഗിക്കാണ്ടിരുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് ഞാൻ. എനിക്ക് അങ്ങനെ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാമെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ പുസ്തകങ്ങൾ വായിച്ചാണ് എനിക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് ഇപ്പോഴും മാസ്റ്ററി അല്ലെങ്കിൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത് കമ്മ്യൂണിക്കേറ്റീവ് റൈറ്റിംഗ് ആണ് rather than സ്പീക്കിംഗ്. അപ്പം പക്ഷെ സെൻട്രസസ് എന്ന് പറഞ്ഞത് യെസ്, സെൻട്രസസിലെ പക്ക പ്രൊഡക്റ്റ്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ പ്യുവർ പ്രൊഡക്റ്റ് ആണ്, ലൈക്ക് ബിക്കോസ് KG to PG അവിടെ മാത്രം പഠിച്ചാളൂ. പക്ഷെ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഞാൻ ഒരിക്കലും പറയണല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും ബെസ്റ്റ് ആണ്. ബട്ട് ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഞാൻ ലാംഗ്വേജ് വളരെ മോശമാണ്. എനിക്ക് ലാംഗ്വേജ് അത്ര നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയല്ല. ബട്ട് എന്തോ ഭാഗ്യം എന്ന് പറയാം. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് കുഴപ്പമില്ലാതെ ഡീൽ ചെയ്യാൻ പറ്റി എന്നുള്ളതുള്ളൂ. അല്ലാതെ ലാംഗ്വേജ് ഫ്ലുവൻസി ഞാൻ ഒരിക്കലും എന്റെ ഒരു USP ആയിട്ട് പറയൂല, ഒരിക്കലല്ല. അങ്ങനെ പക്ഷെ മാം പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. സെന്റൻസസിലൊക്കെ എസ്പെഷ്യലി സ്പെഷ്യൽ ഇംഗ്ലീഷ് ഒക്കെ ഹാൻഡിൽ ചെയ്യണവരൊക്കെ വളരെ ഫ്ലുവന്റ് ആയിട്ട് ലാംഗ്വേജ് ആണ്. ബട്ട് ഞാൻ അങ്ങനത്തെ കാറ്റഗറി അല്ലായിരുന്നു.
ഓക്കെ സോനിയ. ചോദ്യങ്ങളൊക്കെ വരട്ടെ, അതിനുശേഷം ഞാൻ സംസാരിക്കും. എല്ലാവർക്കും ചോദിക്കാവുന്നതാണ്. ചിലര് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതില്. ഔസിപ്സ് പിന്നെ റേനയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതും ചേർത്ത് ചോദിക്കാവുന്നതാണ്. താങ്ക് യു മാം. അപ്പോൾ പറഞ്ഞ പോലെ ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. അപ്പോൾ പുസ്തകത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ എഴുത്തുകാരിയുമായി മടിക്കാതെ തന്നെ പങ്കുവയ്ക്കാം. അപ്പോൾ എല്ലാവരെയും ചർച്ചയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. ഹലോ മാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഞാനത് വായിച്ചപ്പോൾ ഞാൻ ആദ്യം മെൻഷൻ ചെയ്തതായിരുന്നു, അതായത് F2 ഫാക്ടർ എന്നൊരു ടൈറ്റിൽ കൊടുക്കാൻ എന്താ കാരണം? ലൈക്ക് ആ ടൈറ്റിലിന് ഞാൻ ചെറുതായിട്ടൊരു ഇതിൽ വന്നു, പക്ഷെ ശരിക്കും മാമിന്റെ ഒരു പെർസ്പെക്റ്റീവില് എങ്ങനെയാ ആ ഒരു ടൈറ്റിലേക്ക് എങ്ങനെ എത്തിയേ? അത് എനിക്ക് സത്യം പറഞ്ഞാൽ ടൈറ്റിലാണ് എപ്പോഴും ഫസ്റ്റ് വരുന്നത് കേട്ടോ. എന്താ അങ്ങനെ വരണമെന്ന് അറിയില്ല. യൂഷ്വലി എനിക്ക് ടൈറ്റിൽ വന്നിട്ടാ ഞാൻ സ്റ്റോറി എഴുതണം. അപ്പം എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ F2 ഫാക്ടർ എന്ന് പറഞ്ഞപ്പം ലൈക്ക് 2 ക്യാരക്ടേഴ്സിന് വന്നു. അപ്പം ഫ്രയ ആൻഡ് ഫറാൻ. അപ്പൊ അവർ രണ്ടുപേരുടെയും പേര് വെച്ചിട്ട് F2 ഫാക്ടർ ഐ തിങ്ക് ഫിസിക്സിൽ എന്തോ ഒരു ടേം ആണ്, ഫിസിക്സോ കെമിസ്ട്രി നോട്ട് ഷുവർ. അപ്പൊ അതിലൊരു ഐ തിങ്ക് കെമിസ്ട്രി ആണോ ഒരു 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 റിയാക്ഷൻ അങ്ങനെ എന്തോ ഒരു സയന്റിഫിക് ഒരു റെലവൻസ് ഉണ്ട് F2 ഫാക്ടറിന്. 2 എലമെന്റ് തമ്മിലുള്ള ഒരു കെമിസ്ട്രി ആക്കാൻ വേണ്ടി അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. അപ്പൊ അതും കൂടെ വെച്ചപ്പോ ഞാൻ ഓർത്തു F2 ഫാക്ടർ ഫ്രയാൻ ആൻഡ് ഫറാഡ ഒരു കെമിസ്ട്രി ആൻഡ് അവരുടെ ഒരു എലമെന്റ്, അവരുടെ ഒരു ജോയിൻ, എന്താ പറയാ, അവരുടെ ഒരു യൂണിയൻ എന്നുള്ള മീനിങ്ങിലാണ് F2 ഫാക്ടർ. ഇപ്പൊ രഹന തന്നെ ഫസ്റ്റ്ലി അത് പോയിന്റ് ഔട്ട് ചെയ്തല്ലോ, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പം എനിക്ക് തോന്നി അത് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു എലമെന്റ് തന്നെയാണ് ആ F2 ഫാക്ടറിൽ. ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്താണ് എന്ന് ചിലപ്പോൾ ആളുകൾക്ക് തോന്നിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എഴുതാൻ. പക്ഷെ ബേസിക്കലി ഇതായിരുന്നു. എന്റെ മെയിൻ പ്രൊട്ടഗണിസ്റ്റിന്റെ പേരുകൾ വെച്ചിട്ടാണ് രണ്ടുപേരും, ഫ്രയ ആൻഡ് ഫറാൻ, അങ്ങനെ തന്നെ വെച്ചിട്ട് F2 അതാണ് അങ്ങനെയാണ് ഞാൻ ആ പേരിലോട്ട് എത്തിയത്. ആ പേര് ആദ്യം തന്നെ വന്നിട്ടാണ് പിന്നെ ഞാൻ സ്റ്റോറി എഴുതിയത്. ഓക്കെ മാം. Hello, ma'am. Good evening. ഗുഡ് ഈവനിങ്. Ma'am, എനിക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടായി. ഔട്ട് ഓഫ് എവറിത്തിങ് ഇറ്റ് സീംസ് വെരി ഇൻട്രസ്റ്റിംഗ്. Presentation wise ആയാലും the way you explained it was very, engaging. Like ഞാനും ഒരു Thank സെന്റ് you. ഫ്രീസസ് product ആണ്. Oh, So yeah, I did my Salwa. PG there. Yeah. Okay, okay. So it was very, engaging. ആൻഡ് എനിക്ക് ഫസ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഇതായിരുന്നു, ഒരു F2 ഫാക്ടറിന് മാം പേരിടാൻ എന്താ കാരണം എന്നായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ബട്ട് യു ആൻസേർഡ് ഇറ്റ്. സോ എനിക്ക് ചോദിക്കാനുള്ള, മാമിന് എന്തെങ്കിലും ഒരു ഫേവറേറ്റ് സീൻ ഉണ്ടാവില്ലേ, ലൈക്ക് നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ വാവ് ഇത് കൊള്ളാം എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർ സംതിങ് റിലേറ്റഡ് ടു ദ ബുക്ക്, അങ്ങനെ ഉണ്ടാവും? ത്രൂ ഔട്ട് എല്ലാം ഇപ്പൊ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്ലി അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് തന്നെയാണല്ലോ എല്ലാവരും എഴുതണം. അങ്ങനെ എനിക്ക് തോന്നിയത് ഞാനത് ഇത് ഫസ്റ്റ് ഇങ്ങനെ എനിക്ക് റൊമാൻസ് എഴുതാനാണ് കേട്ടോ മോർ കംഫർട്ടബിൾ. അത് എന്താ നാച്ചുറലി അത് എഴുതാനാണ് വരുള്ളൂ എഴുതാൻ. ഞാൻ ഒരുപാട് എഴുതിയിട്ടൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഐ എം സെയിങ്. അപ്പം ഇങ്ങനെ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ഓർത്തഡോക്സ് ഫാമിലിന്ന് ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫീമെയിൽ പ്രൊട്ടഗണിസ്റ്റ് ഇങ്ങനെ മാനിൽ വന്നപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് അതിലൊരു എന്തായിരിക്കും ഒരു 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 എന്താ പറയാ, ഒരു ചാലഞ്ച് അല്ലെങ്കിൽ അത് ഡ്രൈവ് ചെയ്യണ ഒരു ഫാക്ടർ ആണല്ലോ സ്റ്റോറിന് മുന്നേ. അപ്പോഴാണ് എനിക്കിങ്ങനെ ഈ മെമ്മറി ലോസ് എന്നുള്ളൊരു കാര്യം അതെടുത്ത് വെച്ചാലോ. പക്ഷെ മെമ്മറി ലോസ് ഒരുപാട് ഓൾറെഡി ഒരുപാട് തവണ റൊമാൻസ് ആയാലും സിനിമയിലും റൊമാൻറ്റിക് ബുക്സിലായാലും നോവൽ അല്ലെങ്കിൽ സിനിമയിലൊക്കെ വന്ന് യൂസ് ചെയ്തിട്ടൊരു തീമാണ്. പക്ഷെ എനിക്ക് തോന്നിയത് പേഴ്സണലി ഞാനത് പ്ലേസ് ചെയ്തത് ആർക്കും അതൊരു മെമ്മറി ലോസിന്റെ സ്റ്റോറി ആണെന്ന് മനസ്സിലാവാത്ത പോലെയാണെന്ന് എനിക്ക് തോന്നിയത്. അത് എന്റെ പ്ലേസ്മെന്റ് എനിക്ക് തോന്നി എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. നന്നായിട്ടുണ്ട്. അതെനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഓതർ സോഫി കിൻസെല്ലയാണ്. സോഫി കിൻസെല്ലയുടെ റിമെമ്പർ മീ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അത് മെമ്മറി ലോസ് തീമാണ്. അപ്പൊ അത് ഞാൻ നേരത്തെ വായിച്ചിരുന്നു. അപ്പൊ അതില് അവര് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയല്ല എക്സാക്ട്ലി അല്ല, പക്ഷെ അവര് ഇത് മെമ്മറി ലോസ് പ്ലേസ് ചെയ്തതിന് ഇൻസ്പയർ ചെയ്തിട്ടാണ്
ഞാൻ ഇതിൽ ഈ ഒരു ലവ് സ്റ്റോറി കൊണ്ട്, പക്ഷെ എന്റെ പ്ലേസ്മെന്റ് ഇപ്പൊ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് വായിക്കുന്ന ആരും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്ത് കൊണ്ടെന്നാണ് ഞാനത് വെച്ചത്. അതെനിക്ക് തോന്നുന്നത് അത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതാണ് എനിക്ക് Okay, ma'am. ഇഷ്ടപ്പെട്ടത്, ബെസ്റ്റ് പാർട്ട് എന്ന് ഞാൻ പറയാം. Okay, ma'am. Thank you. ഔസേപ്പ് സർ, സാറ് പുസ്തകം വായിച്ചിട്ടില്ല എന്നറിയാം, എന്നാലും ഇല്ല, പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. മതി. എനിക്ക് സുമയ മാഡത്തിനോട് ചോദിക്കാനുള്ളത്, ഈ ഓർത്തഡോക്സ് ഫാമിലിയുടെ ഈ, ഞാൻ വാക്ക് ഉപയോഗിക്കണം, ഈ കരാളഹസ്തങ്ങൾ സ്ത്രീകളെ പുറത്തുള്ളത്, അത് അയഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ, അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്നൊന്ന് പൊതുവെ, അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിദ്യാഭ്യാസത്തിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക്, സ്ത്രീ ശാക്തീകരണമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റിൽ മതത്തിന്റെ ഈ ഇൻഫ്ലുവൻസ് ഓൺ വിമൻ, അതിനെക്കുറിച്ച് സുമയമാണ് എന്ത് പറയുന്നു കേട്ടപ്പോൾ. ഹായ് സർ, ഞാൻ ആ ക്വസ്റ്റ്യൻ കേട്ടു. എനിക്ക് ഇപ്പം ബേസിക്കലി ഇപ്പം എങ്ങനെയാണ് സൊസൈറ്റി കൺസീവ് ചെയ്യണ, ഇതിപ്പോ ഡിപ്പെൻഡ്സ് ഓൺ ഫാമിലി അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 90s പഠിക്കണ സമയത്തൊക്കെ പുറത്തു പോയി പഠിച്ച ആളുകളുണ്ട്. പക്ഷെ എന്റെ ഫാമിലി അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടായില്ല, അങ്ങനെ താല്പര്യം ഇല്ലാത്തായിരുന്നു. അപ്പം സെയിം ഒരു കാറ്റഗറി ആയിരുന്നിട്ട് പോലും ഓരോ ഫാമിലീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് എനിക്ക് തോന്നിയത്. അവര് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് പാരന്റ്സ് എത്രത്തോളം, ചിലപ്പം പാരന്റ്സ് അച്ഛനമ്മയെ സമ്മതിച്ചാൽ ഈ പറഞ്ഞ ക്ലോസ് ബോണ്ടറി റിലേറ്റീവ്സ്, എനിക്കറിയാം ഒരു ഫാമിലിയിൽ ഫാദർ സമ്മതിച്ചു, പക്ഷെ ഫാദറിന്റെ സിസ്റ്റേഴ്സ് സമ്മതിക്കുന്നില്ല. പറഞ്ഞ് പുറത്തു പോയാൽ നല്ല അലയൻസ് കിട്ടൂല, പുറത്തുപോയി പഠിച്ച പെൺകുട്ടികൾക്ക് നല്ല ഒരു അലയൻസ് കിട്ടൂല എന്ന് എന്റെ ഏജ് ഗ്രൂപ്പിൽ ഉണ്ടായ ടൈമാണ്. അതായത് 2000 ആ ടൈമിലൊക്കെ, ലൈക്ക് 2010 ഉള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ 2026 വന്ന് നിൽക്കുമ്പം അങ്ങനെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി കുറെ ഇമ്പ്രൂവ്, ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഉണ്ട് ആളുകൾ ഈ മതത്തിന്റെ പേരായാലും അവരുടെ ബിലീഫ് സിസ്റ്റത്തിന്റെ പേരായാലും ഒരു കൺട്രോൾ വെക്കുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് പോണവരുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അതിന്റെ ഒരു ബാലൻസ് പിടിക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടിരിക്കും നമ്മളത്. എങ്ങനെ ഇപ്പൊ ഫ്രേയയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഫ്രേയക്ക് എല്ലാവിധ ശരിക്കും പറഞ്ഞാൽ ആ ഏരിയയിലെ ഒരു ടോപ്പ് റിച്ച് പേഴ്സന്റെ മോളാണ്. റിസോർട്ടും ഹോട്ടലൊക്കെ ഉള്ള ഒരു ഭയങ്കര ടോപ്പ്, ഫിനാൻഷ്യലി ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളെ. എല്ലാം ലൈക്ക് എവിടെ എന്ത് വേണം ചെയ്തു, പക്ഷെ ലൈക്ക് ഈ ഏരിയയിൽ പഠിച്ചാൽ മതി എന്നാണ് അതിന്റെ മദർ, അതായത് റാങ്ക് ഹോൾഡറും കൂടിയാണ്. എന്നിട്ടും പുറത്തു വിടാൻ സമ്മതിക്കാത്ത ഒരു ഫാദറിനാണെങ്കിൽ ബിസിനസ്സും കാര്യങ്ങളായിട്ട് എടുക്കണം. അപ്പൊ ഡിസിഷനൊക്കെ ഉമ്മിയാണ് എടുക്കണമെന്ന് ഫ്രൈ അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഉമ്മിക്ക് താല്പര്യമില്ല പുറത്ത് വിട്ട് പഠിക്കാൻ എന്തെങ്കിലും ഈ ഏരിയയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പഠിച്ചിട്ട് ഇപ്പൊ ലൈക്ക് ആളുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്, പഠിക്കണേക്കാട്ടി കൂടുതൽ ഫാമിലി റിലേഷൻ. അതാണ് ഇപ്പം രഹന കറക്റ്റ്ലി പോയിന്റ് ഔട്ട് ചെയ്ത്, കല്യാണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഭർത്താവ് എന്റെ കൂടെ പോയിക്കോ, അത് ആ ഒരു ബാധ്യത തീർക്കലാണോ, അതൊരു അല്ലെങ്കിൽ നമ്മൾ അത് സേഫ് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലര് അങ്ങനെ വിചാരിക്കുന്ന ഫാമിലി ഉണ്ട്. അപ്പം ഫ്രേയക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ചാടി പോവാന്നുള്ളത് ഫ്രീഡം എൻജോയ് ചെയ്യാൻ തന്നെയായിരുന്നു. അത് ഇവിടുന്ന് കാശ് പരിപാടിയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ലണ്ടനിൽ പോയാൽ കുറെ കൂടെ ഫ്രീ ആയിട്ട് ഫ്രൈക്ക് ഇഷ്ടം പോലെ ജീവിക്കാം എന്ന ഒരു ആഗ്രഹം കൂടെ, മോർ ദാൻ സ്റ്റഡി. ആൾക്ക് എൻജോയ്മെന്റ്, ഫ്രീഡം അതായിരുന്നു വേണ്ടത്. അതിനു വേണ്ടിയാണ് ലണ്ടനിൽ പോവാൻ നിൽക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഒരു ട്വിസ്റ്റ് ലൈഫിൽ വരണേണ്. അങ്ങനെ ഫറാൻ വരുന്നു, ആളുടെ ലൈഫ് മാറിപ്പോകുന്നു. അങ്ങനെയാണ്. ജനറലി സ്പീക്കിംഗ് ഓരോരുത്തരുടെ ലൈഫിൽ ചിലർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം എന്നായിരിക്കും, ചിലർക്ക് ഫ്രീഡം ആയിരിക്കും വേണ്ടത്. അത് ഡിപ്പെൻസ്. പക്ഷെ ഫാമിലി വൈസ് അങ്ങനെ തന്നെയാണ്. ചിലര് കൺട്രോളിങ് പാരന്റ്സ് ഇപ്പോഴും ഉണ്ട്, ഈ ജനറേഷനിലും ഉണ്ട്. അല്ലാതെ വളരെ മോഡേൺ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പിള്ളേരെ വിടുന്ന, ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു. അങ്ങനെ എൻകറേജ് ചെയ്ത് വിട്ട പാരന്റ്സും ഉണ്ട്. എന്റെയൊക്കെ സമയത്ത് ലണ്ടനിൽ പോയി പഠിച്ച എന്റെ ബാച്ച്മേറ്റ്സ് ഒക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാനൊക്കെ അത് വെറുതെ നോക്കി നിന്നിട്ടുള്ളൂ. അവരൊക്കെ പോയി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഫ്രേയയുടെ ഒരു ചെറിയ എലമെന്റ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പോയി പഠിക്കണം എന്നൊക്കെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്റെ പാരന്റ്സ് ഒന്നും സമ്മതിച്ചില്ല. എന്റെ മദർ എസ്പെഷ്യലി
അതുകൊണ്ടാണ് ഞാൻ KG മുതൽ PG വരെ സെന്റ് ജോസഫിൽ മാത്രം പഠിച്ചിട്ടുള്ളൂ. ലൈക്ക് പുറത്ത് എന്ന് വെച്ചാൽ എറണാകുളം ഏരിയയിൽ നമുക്ക് ഒട്ടും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനോ ഒന്നും സമ്മതിക്കില്ലായിരുന്നു. എന്നിട്ട് എന്നോട് എന്നെ തന്നെ പറഞ്ഞെന്ന് വെച്ചാൽ നീ ഒന്നും പോയാൽ ശരിയാവൂല, കാരണം ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ആരോട് ഒറ്റക്ക് പോയിട്ട് എന്ത് ചെയ്യണം. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ലൈക്ക് നമ്മൾ സ്വിമ്മിങ് പഠിക്കണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം, അല്ലാതെ സ്വിമ്മിങ് പഠിക്കാൻ പറ്റില്ല. അപ്പൊ വെള്ളത്തിൽ ഇറങ്ങാനും ഒന്നിനും സമ്മതിക്കാതെ പറ്റൂല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് സ്വിമ്മിങ് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരു കാറ്റഗറി ആയിരുന്നു. അപ്പം അത് ഡിപ്പെൻസ് ഓൺ പാരന്റ്സ് തന്നെ. എന്റെ പാരന്റ്സ് ഇപ്പൊ ഫാദർ ഫുൾ സിനിമയായിരുന്നു. അപ്പൊ ഫാദർ ശരിക്കും പറഞ്ഞാൽ എക്സാക്ട് സീനാണ്. ഉമ്മി അബ്ബാന്ന് ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഫാദറിനെ വാപ്ചിന്ന് വിളിച്ചു. വാപ്ചി ഫുൾ സിനിമ ആയിരുന്നു. അപ്പൊ ഉമ്മച്ചിയായിരുന്നു ഡിസിഷൻ ഒക്കെ എടുത്തത്. അപ്പൊ വാപ്ചി പറയും ഉമ്മച്ചി സമ്മതിച്ചാൽ പോവാം, പക്ഷെ ഉമ്മച്ചി സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ ഫുൾ കൺട്രോൾ ഉമ്മച്ചിക്കായിരുന്നു. വാപ്ചി സിനിമ കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ലൈക്ക് ഇവൻ ഞാനൊരു റാങ്ക് ഹോൾഡർ ആയിരുന്നു. അപ്പം പക്ഷെ എന്നിട്ടും എനിക്ക് അബ്രോഡ് പോയി പഠിക്കാനൊന്നും എന്റെ പാരന്റ്സ് ഫിനാൻഷ്യലി നമ്മൾ സേഫ് ആയിരുന്നു, ബട്ട് സ്റ്റിൽ എന്നെ സമ്മതിച്ചില്ല. അന്നാ ഓർത്തഡോക്സ് ആണോന്ന് വെച്ചാൽ നോ. എനിക്കിപ്പോ തലയിലൊക്കെ കവർ ചെയ്ത് നടക്കണം അങ്ങനെ റിലീജിയസ് ഒന്നും അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ചില കാര്യങ്ങളിൽ ദേ വർ കൺട്രോളിങ്. ലൈക്ക് അവർക്ക് കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അത് എന്റെ പാരന്റ്സും അത്ര, എന്റെ ഫാമിലിയിലെ ആരും തന്നെ പുറത്തുപോയി പഠിച്ചിട്ടില്ല ആ സമയത്ത്. പക്ഷെ എന്റെ ഞാൻ പറഞ്ഞ ബാച്ച്മേറ്റ് കോളേജ് മേറ്റ്സ് ഒക്കെ പോയി പഠിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെയാണ് ലണ്ടൻ പോയി പഠിക്കുക എന്നുള്ളത് ഭയങ്കര സംഭവമായിരുന്നു. ഒരു 2008-9 ആ ടൈമിലൊക്കെയാണ് എല്ലാവരും, കുറെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ടുണ്ട് ലണ്ടൻ പോയിട്ട്. ഇവൻ ചെന്നൈയിൽ പോയി പഠിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ അത് പാരന്റ്സും ഫാമിലീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് തോന്നുന്നു. അത് കുറെ പേര് സമ്മതിക്കും, ചിലർ വിടൂല. അത് എന്താണെന്നുള്ളത് അതിന്റെ ഇത് മനസ്സിലായിട്ടില്ല. ഇപ്പൊ കുറെ കൂടെ വ്യത്യാസം ഉണ്ടെങ്കിൽ സ്റ്റിൽ കൺട്രോളിങ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ രഹനയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞിട്ട് ഈ കൂടെ. രഹന ഒത്തിരി നന്നായിട്ട് ഡീപ്പായിട്ട് പുസ്തകം പഠിച്ച് എനിക്ക് തോന്നുന്നു നന്നായിട്ട് എഴുതി പറഞ്ഞ് നോക്കി പറഞ്ഞ പോലെയുണ്ട്. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. സോ നൈസ്. താങ്ക് യു. Thank you, sir. സേതു മാം ഇതിലുണ്ടോ? ഹലോ ഹലോ സുമയ്യ സിദ്ദീഖ്. ഓക്കെ, ഞാൻ ഞാൻ നാട്ടിലില്ല, ഞാൻ ഹൈദരാബാദിലെ മകളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ വായിച്ചിട്ടില്ല പുസ്തകം, പക്ഷെ എന്താണ് ഞാൻ വായിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ അത് ചോദ്യമായിട്ടൊന്നും ഇല്ല, കാരണം ഞാൻ പുസ്തകം വായിച്ചിട്ടുമില്ല. പിന്നെ ജനറൽ ആയിട്ടുള്ള എന്താ പറയാ റിലീജിയസ് സ്ട്രാറ്റയെ പറ്റിയിട്ട് ഞാനിപ്പോൾ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എവ്രിവെയർ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. എല്ലായിടത്തും ഉണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലീജിയൻ. അപ്പം ഞാൻ ചോദിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്, കാരണം എൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു സിദ്ദിഖ്. കാരണം ആണോ? അത് ശരി. ഒരു ബൾബ് വരെ എടുത്തിട്ട് വന്ന് ഈവനിങ് ക്ലാസ്സിൽ ഇതൊക്കെ ഇങ്ങനെ യെസ് അത് വന്നിട്ട് ഞാൻ അവിടെ വന്ന് വൈകുന്നേരം ഈവനിങ് ക്ലാസ്സിന് വരുന്നതൊക്കെ ഞാൻ ഈവനിങ് ക്ലാസ്സിലല്ലായിരുന്നു, പക്ഷെ പിന്നെ സിദ്ദിഖ് അങ്ങനെ പറയുമ്പോൾ ഒക്കെ ഞങ്ങൾ അത് എൻ്റെ ഒരേ ഇതില് ചെറിയ ഒരു വർഷമൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സിദ്ദിഖ് നമ്മളെ പുതിയ ഈ മേഖലകളിലേക്ക് കൊണ്ടുവന്നതാണ് സിനിമ യുടെ. അപ്പൊ ഞങ്ങളും അതിനൊത്ത് സഞ്ചരിച്ചു. റാംജി റാവു സ്പീക്കിംഗ്, അങ്ങനെയായിട്ട് പുതിയൊരു കാൽവെപ്പും ഒട്ടും അത് എന്താണ് എങ്ങനെ വിജയിക്കുമെന്നൊന്നും അറിയാതെ അങ്ങനെയൊക്കെ വന്ന ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരാള് നമ്മളെ വിട്ടുപോയി. ഒരിക്കലും അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ആ ആളുടെ മകള് ഒരു എഴുത്തുകാരിയായിട്ട് വന്നതിന്റെ വലിയൊരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ അത് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോട്ടെ എന്നുള്ള ആശംസ മാത്രമേ ഉള്ളൂ എനിക്ക്. മോളെ പോലെ തന്നെയാണ് കരുതുന്നത്. അപ്പോൾ വലിയ ഉയരങ്ങളിലേക്ക് പോട്ടെ, ഒരുപാട് വലിയ എഴുത്തുകാരി ആവട്ടെ, ആ ഒരു ആത്മാവ് അത് കണ്ടിട്ട് സന്തോഷിക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയൊക്കെ. ഓക്കെ, സോ ഐ എം വെരി ഹാപ്പി ടു മീറ്റ് യു ആൻഡ് സിദ്ദിഖിനുള്ള എത്രയും വലിയൊരു ഡയറക്ടർ ആയാലും എന്തൊരു ഇന്നസെന്റും ഭയങ്കര വിനീതനുമായിട്ടാണ് എല്ലാം പറയാം. അത് മോൾക്കുണ്ട്. സോ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. ബൈ. ഓക്കെ. സുമയ്യ, സേതു മാം ഞങ്ങളുടെ ഇവിടെ ചങ്ങമ്പുഴ കൂട്ടായ്മയില് പറയാറുണ്ടല്ലോ. ഇപ്പൊ ഈ ഒരു ആഴ്ച ഹൈദരാബാദിലേക്ക് കഴിഞ്ഞ ആഴ്ച പോയതാണ്. അപ്പൊ അതുകൊണ്ട്
പിന്നെ രേന എന്തൊക്കെയോ പറയാൻ വെമ്പി നിൽക്കണമെന്ന് തോന്നുന്നു വീണ്ടും. ഇപ്പൊ കറണ്ട് വന്നു തോന്നുന്നില്ലേ അവിടെ? ഓക്കെ, അഫ്രയുണ്ട് അതില്. അഫ്ര വായിച്ച ആളാണ്. കേൾക്കാമോ അഫ്ര? ഓക്കെ, റീസ് 2 വാക്ക് അവിടെ തിരക്കില്ലെങ്കിൽ പറയാമോ? ഇല്ലില്ല, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു കുറച്ചു നേരമായിട്ട്. അപ്പോ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ എല്ലാരും സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ 2 വാക്ക് പറയാമെന്ന് ഓർത്ത് കൈവയ്ക്കുകയാണ്. ഇല്ല, വേറൊന്നുമില്ല. വേറൊന്നുമല്ല, ഞാൻ പുസ്തകം വായിച്ചിട്ട് ഇപ്പൊ ഒരുപാടായി. ഞാൻ ആ ഇറങ്ങിയ സമയത്ത് തന്നെ വായിച്ചിരുന്നു. വായനയോടെയാണ് വ്യക്തിയായിട്ട് കൂടുതൽ കമ്പനിയാണ്. അപ്പോ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഈ വളരെ ചുരുക്കം ക്യാരക്ടേഴ്സിന് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതും ബോറടിപ്പിക്കാണ്ട് പറയാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ പക്ഷെ എനിക്കിത് വായിച്ചു തുടങ്ങിയിട്ട് ഭയങ്കര ഫ്ലോ ഉണ്ടായിരുന്ന ഒരു പുസ്തകമായിരുന്നു. അപ്പോൾ ഈ എഴുത്ത് അങ്ങനെ വലിയതൊന്നല്ലെന്ന് കിത്ത പറയുമെങ്കിലും, പക്ഷെ നമുക്കത് വായിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരില്ല എന്നൊക്കെ തോന്നുന്ന കുറെ സീക്വൻസുകളുണ്ട് കുറെ. അപ്പൊ അങ്ങനെ പോയ പുസ്തകമാണ്. പിന്നെ അതിൽ നമ്മൾ ഈ പറയുന്ന ഒരു ട്വിസ്റ്റ് ഒരു അങ്ങനെ ഒരു കാര്യം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ്. അത് ഭയങ്കര വണ്ടറാണ്. അവിടെ നമുക്ക് ഹുക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ തീരണവരെ അവരുടെ ലോകത്തായിരിക്കും. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു എഴുത്തായിരുന്നു. അപ്പോൾ അടുത്ത പുസ്തകം വരുന്നുണ്ട്, അതും ഞാൻ ഓൾറെഡി വായിച്ചിട്ടുണ്ട്. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അങ്ങനെ ഈ വിരസത അനുഭവപ്പെടില്ല വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളൊരു എഴുത്ത് എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഈ കൂടുതലും വുമൻ റൈറ്റേഴ്സിന്റെ പുസ്തകമൊക്കെ വരുമ്പോൾ കുറെ ഈ ഫ്രസ്ട്രേഷൻസും ആണുങ്ങൾ കുറ്റം പറയലും പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതില് അങ്ങനെയൊന്നും അല്ല. ഇത് ഭയങ്കര ജെന്യൂൻ ആയിട്ടും ഓപ്പൺ ആയിട്ടും അങ്ങനെ ഫീൽ ചെയ്തൊരു എഴുത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുമല്ലോ, കൂടുതൽ പ്രിയപ്പെട്ടതാവും. അപ്പോ അങ്ങനെ ഫീൽ ചെയ്ത ഭയങ്കര ജെന്യൂൻ എഴുത്താണ് അത്. അത് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാറില്ല അധികം. അപ്പോ അങ്ങനെയൊക്കെ തോന്നിയ ഒരു പുസ്തകമാണ്. അപ്പോ ഇങ്ങനെ ഒരു ഇതിൽ വന്നിട്ട് ഇത് എല്ലാരും സംസാരിക്കുന്ന കേട്ടപ്പോ എനിക്കും ഞാൻ ആദ്യം മിണ്ടണ്ടെന്ന് ഓർത്തോണ്ടിരുന്ന. അപ്പോ 2 വാക്ക് പറയണമെന്ന്. അപ്പൊ അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ വായിക്കാത്തവര് പറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും ആരും മടുപ്പിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും. അതെനിക്ക് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റും. അത്രയും രസമായിട്ട് വായിച്ചു പോകാൻ, അത് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഇപ്പോൾ ഇത്. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് പറയാൻ തോന്നിയ ഒരു പുസ്തകം കൂടിയാണിത്. അത്രേ ഉള്ളൂ. താങ്ക് യു. ആർക്കെങ്കിലും സുമയോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പുസ്തകം വായിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ഫാക്ടറാണ്, പക്ഷെ കുറച്ചു പേരിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇവിടെയും എറണാകുളത്ത് എനിക്ക് തോന്നുന്നു ക്രോസ് വേർഡില് അത്യാവശ്യം നല്ലൊരു പബ്ലിസിറ്റി അവിടെ കിട്ടുന്നുണ്ട്, കുട്ടികളൊന്നും എടുക്കുന്നുണ്ട്. 3rd എഡിഷനിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ ഇപ്പോ. ഇനിയിപ്പോ ഓക്കെ, അപ്പോ ആരെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം അടുത്ത് വരുന്ന ഒരു പുസ്തകത്തെ കുറിച്ചും കൂടി ഒരു 2 വാക്ക് പറയണേ. അടുത്തത് മാൻകൈൻഡ് തന്നെയാണ്. നമ്മൾ അതിന്റെ ലൈക്ക് പബ്ലിഷിംഗ് കാര്യങ്ങളൊക്കെ ഡിസ്കഷനിലാണ്. ഒരു 2 monthsനുള്ളിൽ ഇറക്കണം എന്നാണ് പ്ലാൻ. അത് ഫൈനൽ ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മാമിനോട് ഓൾറെഡി പറഞ്ഞല്ലോ, എന്റെ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിലിംഗ് എഴുത്താണ്. അപ്പോൾ ലെങ്ത് ആണ് നമുക്ക് ഇത്തിരി പ്രശ്നം. അപ്പൊ അത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അഗെയിൻ റൊമാൻസ് ആണ്, ബട്ട് F2 ഫാക്ടർ ആയിട്ട് ഒരു റിസംബ്ലൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ഞാൻ നേരത്തെ എഴുതി വെച്ച ഒരു സ്റ്റോറിയാണ്. അപ്പം അങ്ങനെ ഒരു അതിന്റെ ടൈറ്റിൽ ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. നോ ലവ് ബട്ട് റൊമാൻസ് എന്നാണ് ടൈറ്റിൽ ഇട്ടേക്കണം. അപ്പൊ നമ്മളതൊരു വിത്തിൻ 2 months ഇൻഷാല്ലാ പ്ലാൻ ചെയ്തിട്ട് റിലീസ് ചെയ്യാനാണ്. അപ്പൊ ഇന്ന് പബ്ലിഷറായിട്ട് അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കണം. Thank you. Hi, Sumaya ma'am. My name is Vaishnavi. Hi, Vaishnavi. ഞാൻ SNM-ലെ ഫസ്റ്റ് ഇയർ BEd English student ആണ്. So Okay. I just wanted to ask, like, out of curiosity, ബുക്കുമായിട്ട് റിലേറ്റഡ് അല്ല മാം, ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ, ലൈക്ക് ഫാദറിന്റെ ആ ഒരു ലെഗസി പിന്തുടർന്ന് ഫിലിം ഫീൽഡിലേക്ക് എൻട്രി നടത്താൻ മാമിന് താല്പര്യമുണ്ടോ? ലൈക്ക് ഇപ്പം
ഇങ്ങനെ നോ ഫിക്ഷൻ അല്ലാതെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിലേക്കൊക്കെ ആ രീതിയിലേക്ക് റൈറ്റിങ്ങിനെ കൊണ്ടുപോകാൻ മാം ഐ മീൻ ഫ്യൂച്ചറിൽ അങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ഇഷ്ടമാണോ അങ്ങനത്തെ റൈറ്റിംഗ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്യുന്നതൊക്കെ? എനിക്ക് സത്യം പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അറിയില്ല. ഞാന് സിനിമ എന്ന് പറയുന്നത് വാപ്ചി ഉണ്ടാക്കിയ മൂവീസ് കണ്ട് പിന്നെ വാപ്ചിന്റെ ഡിസ്കഷനിലൊക്കെ സ്റ്റോറി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വാപ്ചിയുടെ സ്ക്രിപ്റ്റ് കണ്ടിട്ട് ഞാൻ സ്ക്രിപ്റ്റ് ആസ് വെച്ച് ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് അങ്ങനെ ഒരു വരില്ല എന്ന് വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കാത്ത അങ്ങനൊന്നുമില്ല. ഇപ്പൊ പ്ലാൻ ചെയ്യണമൊന്നുമില്ല. ബട്ട് എനിക്കിപ്പം കറന്റ്ലി ഇനി ഒരുപാട് സ്റ്റോറീസ് എഴുതണം. അത് ആരെങ്കിലൊക്കെ ഇനി സിനിമ ആക്കാൻ പറ്റും എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ എന്നോട് അത് നമുക്ക് സ്ക്രിപ്റ്റ് ആക്കാന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ അത് വർക്ക് ചെയ്യും. അപ്പം സിനിമയുടെ ഒരു ഫോർമാറ്റിലേക്ക് എങ്ങനെ അത് മാറ്റണം എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഡെഫിനറ്റ്ലി എന്തുകൊണ്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, അതുകൊണ്ട് ചെയ്യും. യെസ്. ഓക്കെ മാം, താങ്ക് യു. ഹലോ. ഹലോ. ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ് നമ്മുടെ സിദ്ദിഖ് സാറ്. അപ്പം ഇന്ന് സിദ്ദിഖ് സാറിൻ്റെ മകളോടൊപ്പം ഈ ഒരു ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. പിന്നെ ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ ഇന്ന് എനിക്ക് ഹീര മിസ് തന്നിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം രഹനയുടെ ഈ ഇതും കൂടി കേട്ട് മാമിൻ്റെ ഈ വാക്കുകളും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടനടി വായിക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു കവർ പേജ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി. ഇന്നിപ്പോൾ മിസ് തന്നിട്ടും ഞാനത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കവർ പേജിന്റെ കാര്യം പറയുമ്പോ അയ്യോ ഞാൻ മറന്നുപോയി. ആ കവർ പേജ് ഡിസൈൻ ചെയ്തത് എന്റെ സിസ്റ്റർ ആണ് കേട്ടോ. എന്റെ സിസ്റ്റർ ഉണ്ട് കവർ. അത് ഞാൻ പറയാൻ മറന്നുപോയി. സാറ സിദ്ദിഖ്. ആള് ഡിസൈനറാണ്. ഇവിടെ ഷാർജയില് ബൊട്ടീക്ക് ഒക്കെ ഉണ്ട്. ബേസിക്കലി ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ആളാണ് അത് ഡിസൈൻ ചെയ്തത്. സോ എനിക്ക് കവർ പേജിന് മാത്രമായിട്ട് കുറെ പേര് നല്ല കവർ പേജ് ആണെന്ന് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ പറയാൻ മറന്നുപോയി, എന്റെ സിസ്റ്റർ ആണ് ആളാണ് ചെയ്തത്. വിഷ്ണു നമ്മുടെ എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച വ്യാഴാഴ്ച റെക്കോർഡ് ചെയ്ത് വെക്കുന്ന വ്യക്തിയാണ്. റെക്കോർഡ് ചെയ്യുന്നതൊക്കെ വിഷ്ണു ആണ്. തുടക്കാലം പോലെ തന്നെ ഇതിൽ സജീവ സാന്നിധ്യമാണ് വിഷ്ണു. അപ്പോ നല്ലൊരു 3-4 തവണ അവതരിപ്പിച്ചിട്ടുണ്ട് പുസ്തകം നമ്മുടെ പ്ലാറ്റ്ഫോമില്. സിനിമയെ അത്ര കണ്ട് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന വ്യക്തിയാണ്. നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. കുറെ കഴിവുകളുണ്ട്. സന്തോഷം. ഇനി ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനില്ലെങ്കിൽ മാമ അവിടെ ഇപ്പൊ ടൈം അല്ലേ 1.5 മണിക്കൂർ പിന്നിലാണല്ലോ അല്ലേ? ഇപ്പം 7:37. ഇനി ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്കിപ്പോ അതിന്റെ ചെയ്യാന്ന് തോന്നുന്നു അല്ലേ? അത്യാവശ്യം 1 മണിക്കൂറോളായി. ഞാൻ രഹനയുടെ സ്റ്റാറ്റസ് കണ്ട് കയറിയതാണ്. അപ്പൊ എനിക്ക് എന്താ പറയുക, ഒത്തിരി സന്തോഷമായി. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല. എനിക്ക് കിട്ടണം, ഇപ്പൊ എങ്ങനെയെങ്കിലും അത് പെട്ടെന്ന് കിട്ടുമോ എന്നുള്ളൊരു ഇതിലാണ്. എങ്ങനെ കിട്ടാൻ എന്താണ് വഴി? ആ ബുക്ക് ഒന്ന് വായിക്കണം എന്നുണ്ട്, അതിയായ ആഗ്രഹമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് രഹന നന്നായിട്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. കാരണം സ്കൂളിൽ നിന്ന് ഞാൻ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അപ്പൊ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് ഇത്രയും സമയത്തിന്റെ ഇടയിൽ ഈ ബുക്കൊക്കെ വായിച്ച് ഇത്രയും വളരെ കൃത്യമായിട്ട് ഓരോ പോയിന്റ്സും വിടാതെ വായിക്കാത്ത ഒരാൾക്കും പെട്ടെന്ന് വായിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് മാമിനെ കാണാൻ, എഴുതിയ മാമിനെ കാണാനും ഈ ഗൂഗിൾ മീറ്റിലൂടെ കാണാൻ പറ്റിയ അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ മഞ്ചേരി രഹനന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. അപ്പൊ ഈ സ്റ്റാറ്റസ് കണ്ടിട്ട് എനിക്ക് അതിന്റെ ലിങ്ക് അയച്ചു തരുമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അവളോട്. അപ്പൊ കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. കാരണം നന്നായിട്ട് വായിക്കും, നന്നായി വായിച്ചില്ലെങ്കിലും. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, അവളിങ്ങനെ അവർ വായിക്കുന്ന ബുക്കിന്റെ പേര് പറയും. ഞാൻ അവളോട് പറയും, വായിക്കുന്ന കാര്യം വെറുതെ പോകരുത്, നന്നായിട്ട് എഴുതി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ വായിച്ചു നോക്കും. നമ്മള് ഓരോ ബുക്ക് വായിച്ചിട്ട് ഒരു അര പേജിലെങ്കിലും എന്തെങ്കിലും കുറിച്ച് വെക്കണം എന്ന് അവളോട് പറയാറുണ്ടായിരുന്നു. കാരണം എന്നാലും നമുക്ക് പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ വായിച്ച ബുക്കാണല്ലോ, നമുക്ക് ഓർത്ത് വെക്കാലോ, നമുക്ക് തന്നെ സന്തോഷം തോന്നും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളോട് പറയാറുണ്ട്. എന്തായാലും എനിക്ക് എന്തോ അറിയില്ല, മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ട്. ആ ബുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കിട്ടുന്ന ഒരു ആഗ്രഹമുണ്ട്. താങ്ക് യു. സാജിദ മാം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിസ്സാണ്. നന്നായിട്ട് വായിക്കുന്ന ആളാ. ഇടയ്ക്കൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വായിക്കുന്ന കാണുമ്പോൾ ഞാൻ പറയലുണ്ട്, നമ്മളെ കോളേജിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, മാമിനൊരു ബുക്ക് പ്രസന്റ് ചെയ്തൂടെ,
എന്നൊക്കെ ചോദിക്കലുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് റീഡിങ്ങിലൊക്കെ. ഭയങ്കര സപ്പോർട്ട്. ബുക്ക് എവിടെ കിട്ടും എന്ന് പറഞ്ഞാല് മാം എവിടെയാണ്? മലപ്പുറം ആണോ മഞ്ചേരി അവിടെയാണ്? അപ്പൊ ആമസോണിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ എറണാകുളത്തെ എല്ലാ സ്റ്റോഴ്സിലും ഉണ്ട്. ആമസോൺ അല്ലെങ്കിൽ ബുക്ക് ലവിന്റെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. മാമിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഓക്കെ, ഇൻഷാല്ലാ എന്തായാലും ഒന്ന് വാങ്ങണം. യെസ്, അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഇനി വായിച്ചതിന് ശേഷം സുമയായിട്ട് കണക്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. നിവേദ്യ. അപ്പൊ ഒരുപാട് സന്തോഷം മാമിനെ കാണാൻ സാധിച്ചതിൽ തന്നെ. ഇപ്പൊ എന്താ, മലയാളികള് ജീവനുള്ളിടത്തോളം കാലം മറക്കാത്തതിലുപരി നല്ല സിനിമകൾ സമ്മാനിച്ച ഒരു വ്യക്തിത്വമാണ് സിദ്ദിഖ് സാറിന് അറിയാം. അപ്പൊ ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സാറിന്റെ മകളെ കാണാം. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഞാനിവിടെ വീട്ടില് ഇങ്ങനെ പറഞ്ഞു നടക്കായിരുന്നു, എന്താ പറയാ, കുറച്ച് നെർവസ് ആയിരുന്നു. എങ്കിലും ഞാൻ അമ്മയടുത്തൊക്കെ പറഞ്ഞിട്ട് സിദ്ദിഖ് സാറിന്റെ മകള് വരുന്നുണ്ട് ഗൂഗിൾ മീറ്റില്. അപ്പൊ വളരെയധികം സന്തോഷം. അപ്പൊ ഇന്ന് എല്ലാവരുടെയും സജീവ പങ്കാളിത്തത്തിന് ഒരുപാട് നന്ദി. അപ്പൊ ഇതോടെ ഒരു ഡിസ്കഷൻ സമാപിക്കുകയാണ്. ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ച ഇവിടെ സമാപനത്തിലേക്ക് എത്തിച്ചിരുന്നു. ഈ പരിപാടിയുടെ നന്ദി പറയാനായി 1ാം വർഷ BEd മലയാളം വിദ്യാർത്ഥിയായ സ്വാതി കൃഷ്ണയെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിസ്സേ കേൾക്കാവോ? കേൾക്കാം. SNM ട്രെയിനിങ് കോളേജ് മൂത്തകുന്നം ലിറ്റററി ക്ലബിന്റെയും ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാ ആഴ്ചയിലും നടത്തിവരുന്ന വ്യാഴാഴ്ച വായനാഴ്ച എന്ന പ്രതിവാര പുസ്തക നിരൂപണ പരിപാടി അർത്ഥപൂർണമായ മറ്റൊരു അധ്യായം കൂടി കുറിച്ചുകൊണ്ട് ഇവിടെ വിജയകരമായി പൂർത്തിയാവുകയാണ്. അക്ഷരങ്ങളെയും വായനയെയും നെഞ്ചിലേറ്റുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അറിവുകളും ചിന്തകളും സമ്മാനിച്ച ഒരു സമയമായിരുന്നു ഇത്. ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് F2 ഫാക്ടർ എന്ന പുസ്തകത്തെക്കുറിച്ചും സ്വന്തം എഴുത്തനുഭവത്തെക്കുറിച്ചും നമ്മോട് പങ്കുവയ്ക്കാനെത്തിയ പ്രിയ സംവിധായകൻ സിദ്ദിഖ് സാറിന്റെ മകൾ സുമയ്യ സിദ്ദിഖ് മാമിന് ലിറ്റററി ക്ലബിന്റെയും ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെയും SNM കോളേജിന്റെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിസ്നി PS ടീച്ചർക്ക് എന്റെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. മാം എന്തെങ്കിലും പറയുന്നുണ്ടോ? സുമയ്യ സിദ്ദിഖ് മാം. ഇല്ല, ഞാൻ കേട്ടോണ്ടിരിക്കും. കൃത്യതയോടെയും ഭംഗിയായും സംഘടിപ്പിച്ചു പോരുന്ന വ്യാഴാഴ്ച വായനാഴ്ചയുടെ സ്റ്റാഫ് കോർഡിനേറ്റർമാരായ പ്രൊഫസർ ഡോക്ടർ KS കൃഷ്ണകുമാർ സർ, ഡോക്ടർ ഹീര KS മിസ്, കോളേജ് ലൈബ്രറിയൻ മോണിക്ക മാം എന്നിവർക്ക് എന്റെ പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. പുസ്തകം വളരെ ലളിതമായും മനോഹരമായി നിരൂപണം ചെയ്ത് അവതരിപ്പിച്ച മഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും നമ്മുടെ SNM കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ രഹന P ടീച്ചർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഇന്നത്തെ പരിപാടി കൃത്യതയോടെയും ഭംഗിയായി നിയന്ത്രിച്ച മോഡറേറ്റർ 1ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥി നൈവേദ്യ ബാബുവിനും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ച 1ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥി അമൃതയ്ക്കും എന്റെ പ്രത്യേക നന്ദി. ഇന്നത്തെ പുസ്തക നിരൂപണത്തിൽ പങ്കെടുത്ത അസിസ്റ്റന്റ് ഡയറക്ടർ റീസ് തോമസ് സാറിനും ഞാൻ നന്ദി അറിയിക്കുന്നു. അവസാനമായിട്ട് ഈ ഗൂഗിൾ മീറ്റിംഗിൽ സജീവമായി പങ്കെടുക്കുന്ന നമ്മുടെ കോളേജിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് നമ്മളുടെ വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ട വായനാ സ്നേഹികൾക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, അപ്പോൾ സുമയ്യ ജി, താങ്ക് യു. യെസ്, ഓക്കെ മാം, താങ്ക് യു.